മുഖ്തസർ 173 പേജ് 230. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഇലാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാമിഇത് തിബയാനി മിൻ മത്താലിഇൽ മസാനി ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وأصحابه المهرزين قصبات سبق في مضمار الفصاحة والبراءة. ولما جعل النحاة നഹിവീങ്ങൾ ആക്കിയപ്പോൾ അൽ അഷിയാ അല്ലത്തി യുളുമറു ഷർത്ത് ബഅദഹ, ഷർത്തിനെ ശേഷം മറക്കപ്പെടുന്ന അഷിയാഇനെ നഹിവീങ്ങൾ ആക്കിയപ്പോൾ. വലമ്മാ ജഅല നുഹാത്തു നഹിവീങ്ങൾ ആക്കിയപ്പോൾ, സ്ഥാപിച്ചപ്പോൾ, അൽ അഷിയാ ചില വസ്തുക്കളെ, അല്ലത്തി എങ്ങനത്തെ വസ്തുക്കൾ, യുളുമറു ഷർത്ത് ബഅദഹ ആ വസ്തുക്കളുടെ ശേഷം ഷർത്തുകളെ മറക്കപ്പെടും. അങ്ങനത്തെ അഷിയായിനെ ആക്കിയപ്പോൾ ഖംസത്തൻ അഞ്ചെണ്ണമാക്കിയപ്പോൾ. ആ അഞ്ചെണ്ണം ഏതാണ്? തമന്നി, ഇസ്തിഫ്ഹാം, അംർ, നഹ്യ്, അർള്. ഇങ്ങനെ അഞ്ചെണ്ണമാണ്. മുസന്നിഫ് ഇവിടെ പറഞ്ഞത് 4 എണ്ണവുമാണ്. എന്ന് പറഞ്ഞാൽ വാദിഹിൽ അർബഅത്തൂന മുസന്നിഫ് പറഞ്ഞത് ഈ 4 എണ്ണം, അതായത് തമന്നി, ഇസ്തിഫ്ഹാം, അംർ, നഹ്യ്, അർളിനെ ഒഴിവാക്കിയിട്ടാണ് പറഞ്ഞത്. എന്നാൽ നഹ്വീങ്ങളോ അർളിനെയും ഉൾപ്പെടുത്തി, അർളിന്റെ ശേഷവും ഷർത്തിനെ മറക്കപ്പെടും. അതുകൊണ്ട് അതിന്റെ ശേഷം ജസാഇനെ മജ്സൂമായിട്ട് കൊണ്ടുവരും എന്ന് നഹ്വീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. അതാണ് വലമ്മാ ജഅല നുഹാത്തു നഹ്വീങ്ങൾ സ്ഥാപിച്ചപ്പോൾ അൽ അഷിയാ ചില വസ്തുക്കളെ, അല്ലത്തി എങ്ങനത്തെ വസ്തുക്കൾ, യുളുമറു ഷർത്ത് ബഅദഹ ആ അഷിയാഇന്റെ ശേഷം ഷർത്തിനെ മറക്കപ്പെടും. എന്നിട്ട് ആ അഷിയാഇന്റെ ഉടനെ തന്നെ മുളാരിആയ ഫീലിനെ മജ്സൂമായിട്ട് കൊണ്ടുവരികയും ചെയ്യും. അങ്ങനത്തെ വസ്തുക്കളെ ഖംസത്തൻ അഞ്ചെണ്ണമായിട്ട് സ്ഥാപിച്ചപ്പോൾ അഷാറൽ മുസന്നിഫ് ഇഷാറത്ത് ചെയ്തു ഇലാ ദാലിക അതിന്റെ മറുപടിയിലേക്ക്. മുസന്നിഫ് 4 എണ്ണം അല്ലേ പറഞ്ഞിട്ടുള്ളൂ, നഹ്വീങ്ങൾ 5 എണ്ണം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയപ്പോൾ അഷാറ മുസന്നിഫ് ഇഷാറത്ത് ചെയ്തു അൽ മുസന്നിഫു ഇലാ ദാലിക ആ ഇഷ്കാലിന്റെ മറുപടിയിലേക്ക്. നഹ്വീങ്ങൾ എന്തുകൊണ്ട് 5 എണ്ണം സ്ഥാപിച്ചു, മുസന്നിഫ് 4 എണ്ണം പറയാനുള്ള കാരണം എന്ത്? യഥാർത്ഥത്തിൽ നഹ്വീങ്ങളുടെ അടുക്കൽ 5 അല്ല, അതിലധികമുണ്ട്. ഇവിടെ ദസൂക്കയിൽ കാണാം 330 ഖംസത്തൻ ഖൗലുഹു ഖംസത്തൻ ഐ വൽഹാലു അന്നൽ മുസന്നിഫ് തക്കറ പറഞ്ഞു, ഇത് ദസൂക്കയാണ്, അന്നഹ അർബഅത്തുൻ ആ അഷിയാ 4 എണ്ണമാണ് എന്ന് പറഞ്ഞു. വാദിഹിൽ അർബഅത്തു എന്നാണല്ലോ പറഞ്ഞത്. വാദിഹിൽ അർബഅത്തു യൈനി അത്തമന്നിയ വൽ ഇസ്തിഫാമ വൽ അംറ വൻ നഹിയ യജൂസു തഖ്ദീറു ശർത്തി ബഅദഹ എന്ന് പറഞ്ഞു. അതിന്റെ ഉടനെ ജസായിലും മജ്സൂമായിട്ട് കൊണ്ടുവരികയും ചെയ്യും. അത് ജായിസാണ് എന്നാ പറഞ്ഞത്. അപ്പോ ഖംസത്തൻ 5 എണ്ണമാക്കിയപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഐ വൽഹാലു അന്നൽ മുസന്നിഫ ദക്കറ അന്നഹ അർബഅത്തൻ. അപ്പൊ ഫറുബ്ബമാ യുതവഹമു തോന്നിപ്പോയേക്കാം അന്നൽ മുസന്നിഫ അഗ്ഫല ദിക്റ ജസ്മിൽ ജവാബി ബഅദൽ അർളി അല്ലദി ഹുവൽ ഖാമിസു. അഞ്ചാമത്തതായ അറളിന്റെ ശേഷം ജസാഇനെ ജവാബിനുക്ക് ജസ്മ് ചെയ്യൽ പറയലിനെ തൊട്ട് അശ്രദ്ധയിൽപ്പെട്ടോ മുസന്നിഫ്.
എന്ന് തോന്നിപ്പോകും. അതിന് മറുപടിയായിട്ടാണ് വലമ്മാ ജഅലൻ നുഹാത്തു എന്ന് ശാരിഹി പറയുന്നത്. അപ്പോൾ എന്താണ് മുസന്നിഫ് അശ്രദ്ധയിൽ പെട്ടിട്ടില്ല, അറളിനെപ്പറ്റി പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ നെഹ്ദീങ്ങൾ 5 അധികമുണ്ട്. എന്താ ദസൂഖി തന്നെ അവിടെ പറയുന്നുണ്ട്. വഅ്തുരിദാല ശാരിഹി 330 2-330 വഅ്തുരിദാല ശാരിഹി ബി അന്നൻ നുഹാത്ത ജഅലുൽ അശിയാഅ അഷിയായുടെ അവരാക്കി അല്ലത്തി ഉളുമറു ഷർത്തു ബഅദഹ അക്സറ മിൻ 5 5 അധികമാക്കിയിട്ടുണ്ട്. 5 അല്ല നെഹ്ദീങ്ങളെടുക്കൽ ഷർത്തിന് മറക്കപ്പെടലോടുകൂടെ ഈ അഷിയായിന്റെ ശേഷം ജസായിനെ മജുസുമായിട്ട് കൊണ്ടുവരുന്നത് 5 അധികമുണ്ട് എന്നാണ് ദസൂഖിയിൽ പറയുന്നത്. ഉത്തുരിദാല ശാരിഹി ബി അന്നൻ നുഹാത്ത നെഹ്ദീങ്ങളാകുന്നത് ജഅലുൽ അശിയാ അശിയായിനെ ആക്കി അല്ലത്തി എങ്ങനത്തെ അശിയാ യുളുമറു ഷർത്തു ബഅദഹ അവകൾക്ക് ശേഷം ഷർത്തിനെ മറക്കപ്പെടും. അത് അക്സറ മിൻ 5 അധികമാക്കിയിട്ടുണ്ടല്ലോ. പിന്നെന്താ ശാരിഹി നെഹ്ദീങ്ങളെടുക്കൽ 5 ആണെന്ന് പറഞ്ഞത്? നെഹ്ദീങ്ങളെടുക്കൽ 5 അധികമുണ്ടല്ലോ. കാരണം അന്ന ലാഹിറ ഇബാറാത്തിഹിം നെഹ്ദീങ്ങളുടെ ഇബാറത്തുകളുടെ ലാഹിർ തശ്മലു ദുആ വൽ ഇൽതിമാസ വത്തഹ്ലീല ബൽ വത്തറജിയ ഇൻദ ബഅദിഹിം വകദാലിക്കൽ ഖബറുൽ ലദി ബിമഅന തലബീന. നെഹ്ദീങ്ങളുടെ ഇബാറത്തിന്റെ ലാഹിർ നോക്കുമ്പോൾ ഈ ഷർത്തിനെ മറക്കപ്പെടുന്നത് 5 അധികമുണ്ട്. ദുആഇന്റെ ശേഷവും ഇൽതിമാസിന്റെ ശേഷവും. ദുആ അമ്രിലും ഉണ്ട്, നഹിയിലുമുണ്ട്. അപ്പൊ 4 അവിടെ തന്നെയായി. അതുപോലെ തഹ്ലീല് ബഅദിന്റെ അടുക്കൽ തറജിയുടെ ശേഷവും എന്തുണ്ട്? ഷർത്തിനെ മറക്കപ്പെടും. അതുപോലെ തന്നെ തലബിന്റെ മഅനാക്കുള്ള ഖബർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 12 അശിയാ വരും. നേരത്തെ പറഞ്ഞ 4 തമന്നി ഇസ്തിഫാം അമ്രി നഹി. ഇനി അമ്രിലുള്ള ദുആ 5, നഹിയിലുള്ള ദുആ 6, പിന്നെ ഇൽതിമാസ് അമ്രിലും ദുആയിലും ഉണ്ടല്ലോ. ഇൽതിമാസ് അമ്രിലും ദുആയിലും ഉണ്ട്. അപ്പൊ എത്രയായി? 8 അവിടെ തന്നെയായി. ദുആ അമ്രിൽ ദുആ ഉണ്ട്, നഹിയിലും ദുആ ഉണ്ട്. കാരണം അതിനെ അയലയോട് തലബ് ചെയ്യുമ്പോൾ തലബു ഫീലിൻ ഗൈരി കഫിന്നുള്ള അമ്ര് അതിനെ പറയുമ്പോൾ എന്തായി? ദുആ ആയി. അതുപോലെ തലബുൽ കഫ് അനിൽ ഫീല് അതൊരു അതിനെയാണ് പറയുന്നതെങ്കിൽ അതും നഹിയിലുള്ള ദുആ ആയി. നഹീനെ ദുആയിൽ ഉപയോഗിച്ചു എന്ന് വരും. ആ 2 ദുആഇന്റെ ശേഷവും അതുപോലെ തന്നെ ഇൽതിമാസ് 2 അപ്പൊ 4 അവിടെ ആയല്ലോ. അറലും കൂടി 5, 5 4 9, തഹ്ലീൽ 1 10, തർജി 1 11, തലബിന്റെ മാനാക്കുള്ള ഖബർ 12. അപ്പൊ 12 അഷിയായിന്റെ ശേഷം ഷർത്തിനെ മറക്കപ്പെടും. അത് 2 അമ്രിലും നഹിയിലുമുള്ള ദുആ ഒന്നാക്കി കൂട്ടിയാൽ, അതുപോലെ തന്നെ അമ്രിലും നഹിയിലും ഉള്ള ഇൽതിമാസ് ഒന്നാക്കി കൂട്ടിയാൽ 10 ചുരുങ്ങിയത് വരും അല്ലോ. എന്നിട്ട് അവൻ നെഹ്ദീങ്ങറുക്കൽ 10 ശേഷം ഷർത്തിനെ മറക്കപ്പെടും, ജസായിനെ മജ്സൂമായിട്ട് കൊണ്ടുവരപ്പെടുകയും ചെയ്യും എന്നാണ് നെഹ്ദീങ്ങളുടെ ഇബാറത്തിന്റെ ലാഹിർ. എന്നിരിക്കെ നെഹ്ദീങ്ങൾ 5 എന്ന് ശാരിഹി എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിന് മറുപടി അമ്രുലും നഹിയിലുമുള്ള ദുആഇനെ അത് അമ്രിൽപ്പെടുത്തി. ആ 4 ആദ്യം പറഞ്ഞ 4 ഉണ്ടല്ലോ, തബന്നി ഇസ്തിഫാം അമ്രു നഹി. അപ്പൊ ദുആവും ഇൽതിമാസും അമ്രിലും നഹിയിലും ഉൾപ്പെടുത്തി. ആ 4 അങ്ങനെ പോയി. പിന്നെ തഹ്ലീലിനെ അറളിൽ ഉൾപ്പെടുത്തി. തറജി ബഅദിന്റെ അടുക്കൽ
ബഅലിന്റെ അടുക്കലാണ് തറജിയുടെ ശേഷം ഷർത്തിനെ മറക്കപ്പെടുന്നത്. അപ്പോ അതിന്റെ എതിർ വിഭാഗത്തിന്റെ അടുക്കൽ തറജിയുടെ ശേഷം ഷർത്തിനെ മറക്കപ്പെടുകയുമില്ല. ആ നിലക്ക് അതിനെ എണ്ണപ്പെടേണ്ടതില്ല. ഇനി ബഅലിന്റെ അടുക്കൽ തറജിയുടെ ശേഷവും ഷർത്തിനെ മറക്കപ്പെടും എന്ന കൗല് പ്രകാരം തറജിയെ നെഹ്വിങ്ങൾ തമന്നിയിൽ ഉൾപ്പെടുത്തി. പിന്നെ തലബിന്റെ മാനാക്കുള്ള ഖബറോ, അതാ തലബ് ഈ തമന്നി, ഇസ്തിഫാം, അംറ്, നഹി ഏതെങ്കിലും ഒരു തലബായിരിക്കുമല്ലോ. അപ്പൊ തമന്നി എന്ന തലബിന്റെ മാനാക്കുള്ള ഖബറാണോ, അത് തമന്നിയിൽ ഉൾപ്പെടുത്തിയാൽ മതി. ഇസ്തിഫാമിന്റെ മാനാക്കുള്ള തലബിന്റെ തലബിന്റെ ആ തലബ് ഇസ്തിഫാമിന്റെ മാനാക്കുള്ളതാണോ, എന്നാൽ ഇസ്തിഫാമിൽ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ അംറുൻ നഹിയും. അപ്പോ അംറിന്റെ മാനാക്കുള്ള ഖബറാണോ, അത് അംറിൽ ഉൾപ്പെടുത്തിയാൽ മതി. നെഹിന്റെ മാനാക്കുള്ള തലബാണോ, അത് നെഹിൽ ഉൾപ്പെടുത്തിയാൽ മതി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നെഹ്വിങ്ങളുടെ അടുക്കൽ 5 തന്നെയാണ്. ദുആ അംറുൽ നഹിയിലുമുള്ള ദുആ അംറുൽ നഹിയിലും ഉൾപ്പെടുത്തി. ഇൽത്തിമാസ് 2ലുമുള്ള ഇൽത്തിമാസ് അത് 2ലും ഉൾപ്പെടുത്തി. തഹ്ലീലിനെ അർന്നിലും ഉൾപ്പെടുത്തി. അങ്ങനെ അതിന് മറുപടി പറയാം. അപ്പൊ ഷാരിഹ് ഈ 5 ചുരുക്കി പറഞ്ഞതാണ്. ഏതുപോലെ അംസലത്തുൽ ഖംസ എന്ന് പറയും പോലെ. യഥാർത്ഥത്തിൽ അംസലത്തുൽ ഖംസ അല്ലല്ല, അംസലത്തു സബ്അത്തുണ്ട്. 7 സീഗകളുണ്ട്. 4 തസ്നിയ, 2 ജമ്മ മുദക്കർ, 1 വഹദ മുനസ്സാദർ. അപ്പൊ തഫ്അലാനിയിൽ 3 തഫ്അലാനിയെ ഒന്നാക്കി ഒരു മിസാലാക്കി. ഇനി അംസലത്തു സലാസത്തൊന്നും പറയലുണ്ടല്ലോ. ഏതാ 2 ജമ്മു മുദക്കർ ഒന്നാക്കി പറയുക, യഫ്അലൂന. അതിൽ തഫ്അലൂന ഉൾപ്പെട്ടു. 4 തസ്നിയയും ഒന്നാക്കി പറയുക, യഫ്അലാനി. അതിൽ 4 തസ്നിയ പെട്ടു. തസ്നിയ മുദക്കർ വായിബ്, തസ്നിയ മുഅന്നസ് വായിബ്, തസ്നിയ മുദക്കർ ഹാദിർ, തസ്നിയ മുഅന്നസ് ഹാദിർ. അവ 2. പിന്നെ വഹദ മുഅന്നസ് ഹാദിറും. അങ്ങനെ അംസലത്തു സലാസത്ത്, അംസലത്തുൽ ഖംസത്ത്, അംസലത്തു സബ്അത്താണ്. അതിനെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ അതിനെ അംസലത്തുൽ ഖംസത്ത് എന്ന് പറഞ്ഞതുപോലെ ഈ 10 അല്ലെങ്കിൽ 12 എണ്ണം, 12 എന്നുള്ളത് 2 ദുആയിലും 2 എണ്ണുമ്പോൾ 2 ഇൽത്തിമാസിനെയും 2 എണ്ണുമ്പോഴാണ് 12 അല്ലെങ്കിൽ 10. ഈ 10ൽ 5 മറ്റുള്ളതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഷാരിഹ് നെഹ്വിങ്ങൾ 5 ആക്കിയപ്പോൾ എന്ന് പറഞ്ഞത്. ഇതിന് മറുപടിയായല്ലോ. അപ്പോൾ ഒന്നുകൂടി പറയട്ടെ. വലമ്മാ ജഅലൻ നുഹാത്തു, നെഹ്വിങ്ങൾ ആക്കിയപ്പോൾ അൽ അഷിയാഇനെ, നേരത്തെ പറഞ്ഞ അഷിയായിനെ, അല്ലത്തി എങ്ങനത്തെ അഷിയാ, യുളുമറു ഷർത്തു ബഅദഹ, ആ അഷിയായിന്റെ ശേഷം ഷർത്തിനെ മറക്കപ്പെടും. ഖംസത്തൻ 5 അഷാറൽ മുസന്നിഫ് ഇഷാറത്ത് ചെയ്തു ഇലാ ദാലിക അല്ലേ, അതിലേക്ക്, അതിന്റെ ബയാനിലേക്ക് മുസന്നിഫ് ഇഷാറത്ത് ചെയ്തു. അതാണ് പറയുന്നത്. ഐ ഇലാ റദ്ദി ദാലിക, ആ 5 ആക്കുന്നതിന്റെ റദ്ദിലേക്ക് ഇഷാറത്ത് ചെയ്തു. 5 ആക്കേണ്ട ആവശ്യമില്ല, അവർക്കും അത് 4 നല്ലത് എന്നാണ് മുസന്നിഫിന്റെ വാദം. അപ്പൊ ഇലാ ദാലിക എന്നതിന്റെ ഇഷാറത്ത് ഐ ഇലാ റദ്ദി ദാലിക, അതിനെ റദ്ദ് ചെയ്യലിലേക്ക്, ആ 5 ആക്കിയതിന്. ഐ ഇലാ റദ്ദി ജഅലിഹാ ഖംസത്തൻ, അതിനെ 5 ആക്കിയതിനെ റദ്ദ് ചെയ്യലിലേക്ക് ഇഷാറത്ത് ചെയ്തു. അവരുടെ മേൽ അതിനെ 4 ആക്കലാണ് എന്നതിലേക്കും ഇഷാറത്ത് ചെയ്തു. അതാ മറുപടി പറയുന്നത്. മുസന്നിഫ് പറയുന്നു വ അമ്മൽ അർളു, അപ്പോൾ അർള് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രേരിപ്പിക്കൽ കൂടാതെയും തൈക്കീത് കൂടാതെയും ഒരാളിൽ നിന്ന് ഒരു ഷൈഇനെ സൗമ്യതയോടുകൂടെ ലളിത ഭാഷയിൽ ആവശ്യപ്പെടുക. മോനെ വാ, അല്ലെങ്കിൽ മോനെ പോവല്ലേ എന്ന് ഒരു കർക്കശ നിലപാടെടുക്കാതെ, ഒരു പ്രേരണയും കൂടാതെ
ഒരു സൗമ്യമായ നിലയിൽ ഒരു മുത്തക്കല്ലിം ഒരു മുഖാത്തബിനോട് ഒരു കാര്യം ആവശ്യപ്പെടലാണ് എന്ത് അറള്. ആ അറള് കൗലിക്ക നിന്റെ വാക്കുപോലെ. എന്താണ് വാക്ക്? അലാ തൻസിലു ബിനാ തുസിബ് ഖൈറാൻ. അലാ തൻസിലു, നീ ഇറങ്ങുന്നില്ലേ? ഇറങ്ങണം മോനെ. ബിനാ, നമ്മുടെ അടുക്കൽ ഇറങ്ങുന്നില്ലയോ? ഇറങ്ങണം. അങ്ങനെ ഇറങ്ങിയാൽ തുസിബ് ഖൈറൻ, നീ ഖൈറിനെ ഇസാബത്ത് ചെയ്യും, എത്തിക്കും എന്നാണ്. ഇപ്പോൾ അല ഇവിടെ അറളാണ്. അതിനുശേഷം മുളാരിയായ ഫീല് വരും. അത് നെഹബില്ലത് പറഞ്ഞിട്ടുണ്ട്. അവിടെ നോക്കിയാൽ അത് കാണാൻ കഴിയും. അലാ തൻസിലു ബിന, നമ്മളിൽ നിന്ന് നീ ഇറങ്ങുന്നില്ലയോ? ഇറങ്ങണം എന്നാണ്. ഈ ഇറങ്ങണം എന്ന് അതിൽ നിന്ന് കിട്ടും. അതിൽ നിന്ന് അത് മനസ്സിലാക്കണം. നീ ഇറങ്ങുന്നില്ലേ? ഇറങ്ങണം. അതെങ്ങനെയാണ് ഇറങ്ങണം എന്ന് കിട്ടിയത്? അത് അറളായതുകൊണ്ട് തന്നെ. അപ്പോൾ അതിന് ശേഷം എന്താവാം? തുസിബ് എന്നൊരു ജസായിനെ മജ്സൂമായിട്ട് കൊണ്ടുവന്നു. ഐ ഇൻ തൻസിൽ, നീ ഇറങ്ങിയാൽ, ബിന നമ്മളിൽ ഇറങ്ങിയാൽ, തുസിബ് ഖൈറൻ എന്നാണ്. ഈ അറളിന്റെ ശേഷവും ഷർത്തിനെ മറച്ചിട്ടുണ്ടല്ലോ. അതിന്റെ ശേഷം ജസായിനെ മജ്സൂമായിട്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടല്ലോ. അലാ തൻസിലു ബിനാ തുസിബ് ഖൈറൻ എന്ന് പറഞ്ഞുകൊടുത്ത് ഇതിനെ മുസന്നിഫ് എണ്ണിയിട്ടില്ല. സംഗതി അറളിന്റെ ശേഷവും ഇങ്ങനെ ഷർത്തിനെ മറക്കപ്പെടാറുണ്ട്. അതിന് മറുപടി പറയുന്നു, ഫമുവല്ലദും മിനൽ ഇസ്തിഫ്ഹാമി, അത് ഇസ്തിഫ്ഹാമിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അതാ 4 ഉൾപ്പെട്ടു. 4 എന്ന് പറഞ്ഞതിൽ തമന്നി, ഇസ്തിഫ്ഹാം, അംറ്, നഹിയാണല്ലോ. ആ ഇസ്തിഫ്ഹാമിൽ അത് ഉൾപ്പെട്ടു എന്നാണ്. കാരണം അല എന്നതിലെ ഹംസ് ഇസ്തിഫ്ഹാമിന്റെ ഹംസയാണ്. ഇവിടെ ഹക്കീക്കിയ ഇസ്തിഫ്ഹാം അല്ലെങ്കിലും ഇസ്തിഫ്ഹാം ഹക്കീക്കത്തിൽ ഹംസ ഇസ്തിഫ്ഹാമിനാണല്ലോ. അതുകൊണ്ട് ഇവിടെ ഇസ്തിഫ്ഹാമിൽ ഈ അറള് ഉൾപ്പെട്ടു എന്നാണ് പറയുന്നത്. വലൈസ, ഈ അറള് അല്ല, ശൈഅൻ ആഖറ ബിറഅ്സിഹി, അത് സ്വന്തം മറ്റൊന്നല്ല. അത് ഇസ്തിഫ്ഹാമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് സ്വന്തം മറ്റൊന്ന് അല്ല. കാരണം അന്നൽ ഹംസത്ത ഫീഹി, ഈ അറളിലുള്ള, ഈ മിസാലിലുള്ള ഹംസ്, ഇത് അലാ തൻസിലു എന്ന മിസാലിലുള്ള ഹംസത്ത് ലിൽ ഇസ്തിഫ്ഹാമി, ഇസ്തിഫ്ഹാമിനുള്ളതാണ്. ഹംസ ഇസ്തിഫ്ഹാമിന്റെ ഹർഫാണ്. ദഖലത്ത്, അത് കടന്നു, അലാ ഫിഇലിൻ മൻഫിയിൻ, മൻഫിയായ ഫീലിൽ കടന്നു. ലാ തൻസിലു, ലാ തൻസിലുവിന്റെ അർത്ഥം എന്താണ്? നീ ഇറങ്ങൂല എന്നാണ്. നീ ഇറങ്ങൂല. അതിൽ ഹംസ കടന്നപ്പോൾ എന്തായി? അലാ തൻസിലു, ഇറങ്ങുന്നില്ലയോ എന്നായി. ഇറങ്ങുന്നില്ലയോ എന്നാവുമ്പോൾ അത് ഹക്കീക്കിയ ഇസ്തിഫ്ഹാമാണ്. പക്ഷേ ഇവിടെ ഹക്കീക്കിയ ഇസ്തിഫ്ഹാമിനെ ഹംല് ചെയ്യാൻ പറ്റാതെ വന്നു കരീരത്തുകൊണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ ഇവൻ ഇറങ്ങിയിട്ടില്ല എന്ന് മുത്തക്കല്ലിമിന് അറിയാവുന്നതുകൊണ്ട്. ഈ അവസരത്തിൽ മുത്തക്കല്ലിമ് ഇത് ഉപയോഗിക്കുന്ന അവസരത്തിൽ മുഖാത്തബ് ഇറങ്ങിയിട്ടില്ല എന്നറിയാം. ഇറങ്ങിയിട്ടില്ല എന്ന് അറിഞ്ഞാൽ പിന്നെ ഇസ്തിഫാമ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇസ്തിഫാമിനുള്ള ഷർത്ത് എന്താണ്? ഇസ്തിഫാമിനുള്ള ഷർത്ത് അത് ഒന്നൊരിക്കൽ ഹാലിൽ അത് മജ്ഹൂലാവണം. നുസൂല്, അദമുൻ നുസൂലിനെ പറ്റി ഹാലിൽ അത് മജ്ഹൂലാവണം. ഈ ചോദിക്കുന്ന സമയത്ത് ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാത്തവനാവണം. അല്ലെങ്കിൽ ഇസ്തിഖ്ബാലിൽ മജ്ഹൂലാവണം. ഇസ്തിഖ്ബാലിൽ എന്താണ്? അവൻ ഇറങ്ങുമോ ഇല്ലയോ എന്ന് അറിയൂല. പക്ഷേ ഇവിടത്തെ ഉദ്ദേശം എന്താണ്? ഈ ഉദാഹരണത്തിൽ ഇസ്തിഖ്ബാലിലേക്ക് നോക്കുന്നില്ല. നിലവിൽ അവൻ ഇറങ്ങിയിട്ടില്ല എന്ന് ഇവനിക്ക് അറിയാം. മഅലൂമാവുമ്പോൾ പിന്നെ ഇസ്തിഫാം ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ പിന്നെ ഈ ഹംസന് ഇസ്തിഫാം ഇൻകാരിയുടെ മേൽ ഹംല് ചെയ്യും.
ഇറങ്ങുന്നില്ലയോ, ഇറങ്ങുന്നില്ലേ, ഇറങ്ങാതിരിക്കൽ മുങ്കറാണ്, ഇറങ്ങാതിരിക്കൽ മുങ്കറാണ്. അപ്പോൾ ഇറങ്ങണം എന്ന ഒരു മഅന അവിടെ ഉത്ഭവിക്കുന്നുണ്ട്. നീ ഇറങ്ങുന്നില്ലയോ, ഇറങ്ങുന്നില്ലയോ എന്ന് ഹക്കീക്കിയ ഇസ്തിഫാമിന്റെ മേൽ ഹംല് ചെയ്യാൻ പറ്റൂല. കാരണം അദബുൻ നുസൂൽ ഇവിടെ മഅലൂമാണ്. ആർക്ക്? മുത്തകല്ലിമിന്. ഹക്കീക്കിയ ഇസ്തിഫാമിന്റെ മേൽ ഹംല് ചെയ്യണമെങ്കിൽ മജ്ഹൂലാവണമല്ലോ. അദബുൻ നുസൂൽ ഹാലിൽ മജ്ഹൂലാവണം, അല്ലെങ്കിൽ ഇസ്തിഖ്ബാലിൽ മജ്ഹൂലാവണം. പക്ഷെ ഇവിടെ ഹാലിൽ മജ്ഹൂലായതുകൊണ്ടാണ്, ഹാലിൽ മഅലൂമായതുകൊണ്ട് ഇസ്തിഖ്ബാലിലേക്ക് ഇവിടെ നോക്കുന്നില്ല. ഇവന്റെ മുറാദ് ഇപ്പോൾ അവൻ ഇറങ്ങിയിട്ടില്ല എന്ന് അറിയാം. അതുകൊണ്ട് ഇതിവിടെ എന്താണ്? ഹക്കീക്കിയ ഇസ്തിഫാമല്ല. പിന്നെ കരീനത്ത് കൊണ്ട് ഇവിടെ ഇസ്തിഫാമി ഇൻകാരി എന്നതിനാണ് ഇസ്തിമാൽ ചെയ്തിട്ടുള്ളത്. ഇസ്തിഫാമി ഇൻകാരിയാകുമ്പോൾ നീ ഇറങ്ങുന്നില്ലയോ, ഇറങ്ങണം എന്നായി. ആ ഇറങ്ങണം എന്ന മാന ഈ ഇസ്തിഫാമ് ഇൻകാരിയിൽ നിന്ന് ഉത്ഭവിച്ചു. അപ്പോൾ ഹക്കീക്കിയായ ഇസ്തിഫാമാണ് ഹംസ യഥാർത്ഥത്തിൽ ഹക്കീക്കത്തിൽ ഇസ്തിഫാമിനിക്കാണ്. ഇവിടെ അത് ഹക്കീക്കത്തിൽ ഹംല് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇസ്തിഫാമ് ഇൻകാരിയായി. ഇസ്തിഫാമ് ഇൻകാരിയിൽ നിന്ന് ഒരു തലബ് ഉത്ഭവിച്ചു വന്നു. അങ്ങനെയാണ് ഈ അറളുണ്ടായത്. അപ്പോൾ ഇസ്തിഫാമിൽ നിന്നാണ് അത് ഉത്ഭവിച്ചത് എന്ന് ചുരുക്കം. അതാണ് പറഞ്ഞത് ഫമുബല്ലഗും മിനൽ ഇസ്തിഫ്ഹാമി. അറള് ഇസ്തിഫ്ഹാമിൽ നിന്ന് ഉത്ഭവം കൊണ്ടതാണ്, ജന്മം കൊണ്ടതാണ്. വലൈസ അറളല്ല ശൈഅൻ ആഖറ ബിറഅസിഹി, അത് സ്വന്തം മറ്റൊന്നല്ല. ലിഅന്നൽ ഹംസത്ത ഫീഹി, ഈ അറളിലുള്ള ഹംസ ദഖലത്ത് ലിഅന്നൽ ഹംസത്ത ഫീ ലിൽ ഇസ്തിഫ്ഹാമി, ഇസ്തിഫ്ഹാമിനുള്ളതാണ്. ദഖലത്ത് ആ ഹംസ കടന്നു അലാ ഫിഇലിൻ മൻഫിയിൻ, മൻഫിയായ ഫീലിൽ കടന്നു. ലാ തൻസിലു വംതനഅ ഹംലുഹാ, വംതനഅ ഹംലുഹാ. ആ ഇസ്തിഫ്ഹാമിനെ ഹംല് ചെയ്യൽ മുംതനി ആയി. വംതനഅ ഹംലുഹാ, വംതനഅ ഹംലുഹു എന്നും മതി. ഹംലുഹാന്നാവുമ്പോൾ ഹംസത്തിലേക്ക് മടക്കേണ്ടി വരും. ഹംലുഹു എന്നാവുമ്പോൾ ഇസ്തിഫാമിലേക്ക്. വംതനാ ഹംലുഹ, ആ ഹംസനെ ഹംല് ചെയ്യൽ മുംതനി ആയി. വംതനാ ഹംലുഹു എന്ന് പറയുമ്പോഴോ ഇസ്തിഫാമിനെ ഹംല് ചെയ്യൽ മുംതനി ആയി. ഹലാ ഹക്കീക്കത്തിൽ ഇസ്തിഫാമി, ഇസ്തിഫാമിന്റെ ഹക്കീക്കത്തിന്റെ മേൽ ഹംല് ചെയ്യൽ മുംതനി ആയി. കാരണം ലിൽ ഇൽമി ബി അദബിൻ നുസൂലി, അദബുൻ നുസൂൽ കൊണ്ട് ഇവിടെ അറിയാം, ഇറങ്ങിയിട്ടില്ല എന്നറിയാം. പിന്നെ ഇറങ്ങിയിട്ടില്ലേ എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇസ്തിഫാമിന്റെ ഹക്കീക്കത്തിന്റെ മേൽ ഹംൽ ചെയ്യൽ മുംതനിയായി മസലൻ. അപ്പോൾ അത് ഇസ്തിഫാമി ഇൻകാരിയായി. ഓ തവല്ലദ അൻഹു എന്ന് പറഞ്ഞാൽ ഇസ്തിഫാമിന്റെ ഹക്കീക്കത്തിന്റെ മേൽ ഹംൽ ചെയ്യൽ മുംതനി ആയ കാരണത്താൽ ഉത്ഭവിച്ചു കേട്ടോ. വതവല്ലദ അൻഹു, അത് കാരണമായി ഉത്ഭവിച്ചു. ഏത് കാരണം? ഇസ്തിഫാമിന് അതിന്റെ ഹക്കീക്കത്തിന്റെ മേൽ ഹംല് ചെയ്യൽ മുംതനിയാണെന്ന് പറഞ്ഞല്ലോ. അത് കാരണമായി ഉത്ഭവിച്ചു. ബി മഊനത്തി കരീനത്തിൽ ഹാലി, ഹാലെന്ന കരീനത്തിന്റെ സഹായം കൊണ്ട്. എന്താണ് ഹാല്? അദമുൻ നുസൂൽ കൊണ്ടുള്ള ഇൽമ്, അദമുൻ നുസൂൽ കൊണ്ടുള്ള ഇൽമ്, അതാണ് ഹാല്. അദമുൻ നുസൂൽ കൊണ്ടുള്ള ഇൽമ്, അതാണ് ഹാല്. ആ ഹാലെന്ന കരീനത്തുകൊണ്ട് ഉത്ഭവിച്ചു അറളുൻ നുസൂലി, നുസൂലിനെ പ്രകടമാക്കൽ അലൽ മുഖാത്തബി, മുഖാത്തബിന്റെ മേൽ ഇറങ്ങണം. അപ്പോൾ ഹക്കീക്കത്തിന്റെ മേൽ ഹംല് ചെയ്യൽ മുംതനിയായപ്പോൾ ഇസ്തിഫാമി ഇൻകാരിയായി. അലാ തൻസലു, നീ ഇറങ്ങുന്നില്ലയോ. ഇസ്തിഫാമി ഇൻകാരിയിൽ നിന്ന് ഏതുത്ഭവിച്ചു? ഇറങ്ങണം എന്നുള്ള ഒരു തലബ് മുഖാത്തബിന്റെ മേൽ പ്രകടിപ്പിക്കൽ ഉത്ഭവിച്ചു. വ തലബുഹു മിൻഹു, ആ നുസൂലിനെ തലബ് ചെയ്യലും മിന്നു മുഖാത്തബിൽ നിന്ന്. അതുകൊണ്ട് അറള് ഇസ്തിഫാമിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അതിന് പ്രത്യേകം പറയേണ്ടതില്ല എന്നാണ് മുസന്നിഫ് പറഞ്ഞത്.
ഇനി മറ്റൊന്ന് വയജൂസു തക്ദീറു ഷർത്തി, ഷർത്തിനെ സങ്കൽപ്പിക്കൽ ജായിസാകും ഫീ ഗൈരിഹാ ഐ ഫീ ഗൈരി ഹാദിഹിൽ മവാദി, ഈ 4 സ്ഥലം അല്ലാത്തോടത്ത്, ബി കരീനത്തിൻ, കരീനത്തുകൊണ്ട് ഷർത്തിനെ സങ്കൽപ്പിക്കൽ ജായിസാകും. എങ്ങനത്തെ കരീനത്താണ്? തദുല്ലു, ആ കരീനത്ത് അറിയിക്കും അലൈഹി, ആ തക്ദീറു ഷർത്തിന്റെ മേൽ. നഹ്വു അമിത്തഖദു മിൻ ദൂനിഹി ഔലിയാഅ ഫല്ലാഹു ഹുവൽ വലിയ്യു, അവര് അല്ലാഹു അല്ലാത്തവരെ ഔലിയ ആയിട്ട് അംഗീകരിക്കുകയാണോ അത് ശരിയല്ല. കാരണം ഫല്ലാഹു ഹുവൽ വലിയ്യു, അല്ലാഹുവാണ് ഹഖീഖത്തിൽ വലിയ്യ് എന്നാണ്. ഇവിടെ അമിത്തഖദു മിൻ ദൂനിഹി ഔലിയാഅ എന്നുള്ളത് ഇസ്തിഫ്ഹാം ഇൻകാരി ആണ്. ഇസ്തിഫ്ഹാം ഇൻകാരിയാകുമ്പോൾ ആ 4 സ്ഥലം അല്ലാത്തതിൽ പെട്ടു. കാരണം ഇസ്തിഫാമിൽ ഇത് പെടൂല. ഫല്ലാഹു വൽ വലിയ്യു, ഈ ഇവിടെ നേരത്തെ പറഞ്ഞ 4 മവാദിയിൽ ഇത് ഉൾപ്പെടുകയില്ല. കാരണം ഇവിടെ ഇസ്തിഫാം അല്ല, ഇവിടെ ഇൻകാരിയാണ്. പിന്നെ അലാ തൻസിലു ബിന എന്നുള്ളിടത്ത് അർളുണ്ടായത് അവിടെ ഇസ്തിഫാമിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അവിടെ ഹംസ ഇസ്തിഫാമിനാണല്ലോ. ആ ഹംസ കടന്നതുകൊണ്ടാണ് അവിടെ അർളുണ്ടായത്. ഹംസ ഹക്കീക്കത്തിൽ ഇസ്തിഫാമിനിക്കാണ്. അതുകൊണ്ടാണ് അവിടെ ഹക്കീക്കിയ ഇസ്തിഫാമിൽ നിന്ന് എന്തുണ്ടായത്, അർള് ഉത്ഭവിച്ചു എന്ന് പറയുന്നത്. ഹംസ യഥാർത്ഥത്തിൽ ഹക്കീക്കത്തിൽ ഇസ്തിഫാമിനിക്കാണ്. ഇവിടെ അമിത്തഖദു മിൻ ദൂനിഹി ഔലിയാഅ, ഇസ്തിഫാം ഇൻകാരിയാണ്. അപ്പോൾ 4 സ്ഥലങ്ങളിലും പെടൂല. ഇസ്തിഫാം ഇൻകാരി എന്ന് പറഞ്ഞാൽ ഹക്കീക്ക ഇസ്തിഫാമിൽ പെടൂല എന്ന് ഉറപ്പാ. അപ്പോൾ ഇതിന്റെ ശേഷം എന്തായി? ഒരു ഷർത്തിനെ സങ്കല്പിച്ചിട്ട് ജവാബിനെ കൊണ്ടുവന്നു. ഫല്ലാഹു വൽ വലിയ്യു, അതാണ് ഇവിടെ ജവാബിനെ കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ ഫല്ലാഹു വൽ വലിയ്യു എന്നുള്ളത് ജവാബല്ല, ജവാബിന്റെ മേൽ അറിയിക്കുന്ന കരീനത്താണ്. ഈ കരീനത്ത് കൊണ്ട് ഫല്ലാഹു വൽ വലിയ്യു എന്ന ജുംല കൊണ്ട് ഒരു ജവാബിന്റെ മേൽ ദാലാണത്. ജവാബിന്റെ മേൽ ദാലാകുമ്പോൾ ഷർത്തിനെ സങ്കല്പിച്ചിട്ടുണ്ട് എന്നതിന്റെ മേലിലും അത് അറിയിക്കും. കാരണം ജസാഇനെ പറയണമെങ്കിൽ ഒരു ഷർത്ത് വേണം. യഥാർത്ഥത്തിൽ ഇവിടെ ഷർത്തും മുളുമറാണ്, ജസാഉം മുളുമറാണ്. പറയട്ടെ, ഐ ഇൻ അറാദു വലിയൻ, അവര് ഒരു വലിയനെ ഉദ്ദേശിച്ചാൽ, ബിഹക്കിൻ, യഥാർത്ഥത്തിൽ ഉള്ള വലിയനെ ഉദ്ദേശിച്ചാൽ, ഫല്ലാഹു, അല്ലാഹു തആലയാവുന്നത്, ഹുവല്ലദി, അവൻ മാത്രമാണ്, അല്ലദി ഒരുത്തൻ, യജിബു അൻ യുതവല്ല വഹദഹു, അവരെ മാത്രം വലിയാക്കൽ നിർബന്ധമാണ്, ഉയത്തക്കഥ വിശ്വസിക്കപ്പെടലും, അന്നഹു വൽ മൗല വസ്സയ്യിദു, അവൻ മാത്രമാണ് മൗലയും സയ്യിദും എന്ന് വിശ്വസിക്കപ്പെടലും നിർബന്ധമാണ്. ഇവിടെ അമിത്തഖദു മിൻ ദൂനിഹി ഔലിയാ ഇസ്തിഫാമി ഇൻകാരി. അതിന്റെ ശേഷം ഒരു ജസാഇനെ കൊണ്ടുവന്നു. അതേതാണത്? ഫല്ലാഹു വൽ വലിയ്യു എന്ന ഇസ്മിയ ജുംലയാണ്. ഇസ്മിയ ജുംല ജസാ ആയിട്ട് വന്നാൽ ഫായിനെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഫയിലെല്ലാം അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഇസ്മിയ ജുംല യഥാർത്ഥത്തിൽ എന്തല്ല, ജസാ അല്ല, ജസാഇന്റെ മേൽ അറിയിക്കുന്ന ഒരു ദാലാണ്. കാരണം അവര് അല്ലാഹു അല്ലാത്തവരെ വലിയാക്കുകയോ, അങ്ങനെ അവർ വലിയാക്കുകയാണെങ്കിൽ അല്ലാഹു വലിയ ആണെന്ന് പറയാൻ പറ്റുമല്ലോ. കാരണം അവര് അല്ലാഹു അല്ലാത്തവരെ വലിയാക്കിയാലും ആക്കിയിട്ടില്ലെങ്കിലും അല്ലാഹു തആല ആര് തന്നെയാണ്, വലിയാണ്. അപ്പോൾ അവിടെ എങ്ങനെ സങ്കല്പിക്കണം? അവര് അല്ലാഹു അല്ലാത്തവരെ വലിയാക്കുകയാണെങ്കിൽ ഫല്ലത്തഖിദു, അവരാക്കട്ടെ, അല്ലാഹുവിനെ വലിയാക്കട്ടെ എന്ന് സങ്കല്പിക്കണം. അത് ഹക്കീക്കത്തിലുള്ള കലാമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടത്തെ പോക്ക് ഫല്ലാഹു വൽ വലിയ്യു എന്നുള്ളത് ജസാ ആണെന്ന് ആണ് ഇപ്പോൾ വിവരിക്കുന്നത്. ആഴത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഫല്ലാഹു വൽ വലിയ്യു ജസാ അല്ല, ജസാഇന്റെ മേലുള്ള ദലീലാണ്.
ഇവിടത്തെ സംസാരം അത് ജസാ ആയ നിലക്കാണ്. അത് രണ്ടഭിപ്രായമാണ്. അല്ലാഹു വൽ വലി എന്നുള്ളത് ജസാ ആണോ ജസാ അല്ലേ? അത് ജസാഇന്റെ മേലുള്ള ദലീലാണെന്നൊരഭിപ്രായം, അല്ല ജസാ തന്നെയാണെന്ന് മറ്റൊരു അഭിപ്രായം. എന്തോ ആവട്ടെ, ജസാഇന്റെ മേലുള്ള ദലീലാണെങ്കിലും ജസാ അവിടെ ഉണ്ട് എന്നായല്ലോ. ഇവിടെ ഈ ഫാ കരീനത്താണ്. എന്ത്? അമിത്തഹദൂ മിൻ ദൂനിഹി ഔലിയാ എന്നതിന്റെ പിന്നിൽ ഒരു ഷർത്ത് മുളമറാണ്. അതെങ്ങനെ ദലീലായി, കരീനത്തായി? ഈ ഫാ ജസായിൽ കൊടുക്കുന്ന ഫാ ആണ്. ഏത് ഫാ അല്ല? അത്ഫിന്റെ ഫാ അല്ല. കാരണം അത്ഫിന്റെ ഫാ ആക്കുകയാണെങ്കിൽ അമിത്തഹദൂ മിൻ ദൂനിഹി ഔലിയാ എന്നുള്ളത് ഇസ്തിഫാമി ഇൻകാരി, അത് ഇൻശായിയ ജുംലയാണ്. ഫല്ലാഹു വൽ വലിയു ഖബരിയ ജുംലയുമാണ്. ഖബരിയ ജുംലയെ ഇൻശായിയ ജുംലന്റെ മേൽ അത്ഫ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഈ ഫാ എന്താവണം? ജസായിനെ ഷർത്തിനോട് ബന്ധിപ്പിക്കുന്ന ഫാ ആവണം. ഈ ഫാ ആണ് കരീനത്ത്. വക്കീല പറയപ്പെട്ടു. അപ്പോൾ ഇവിടെ അമിത്തഹദൂ മിൻ ദൂനിഹി ഔലിയാ എന്റെ പിന്നിൽ ഒരു ഷർത്തിനെ സങ്കല്പിച്ചിട്ടുണ്ട്. അതിനുള്ള ദലീല് ഫല്ലാഹു വൽ വലിയു എന്ന ജുംലയിലുള്ള ഇസ്മിയ ജുംലയിലെ ഫാ ആണ്. ആ ഫാ ഇവിടെ റാബിത്യത്തായ ഫാ ആണ്. ജവാബിനെ ഷർത്തിനോട് ബന്ധിപ്പിക്കുന്ന ഫാ ആണ്. അത്ഫിന്റെ ഫാ അല്ല. അത്ഫിന്റെ ഫാ ആകുകയാണെങ്കിൽ ഖബരിയ ജുംലനെ ഇൻശായിയ ജുംലന്റെ മേൽ അത്ഫ് ചെയ്യൽ എന്ന പ്രശ്നം വരും. വക്കീല പറയപ്പെട്ടു. ലാ ശക്ക, സംശയമില്ല, അന്ന ഖൗലുഹു അമിത്തഹദു എന്ന കൗല് ഇൻകാറു തൗബീഹിൻ, അത് തൗബീഹിന്റെ ഇൻകാറാണല്ലോ. ബിമാന അന്നഹു ലാ യംബഗി അൻ യത്തഖിദു മിൻ ദൂനിഹി ഔലിയാ. ആ മായനാക്കുള്ള ഇൻകാറ് തൗബീഹിന്റെ ഇൻകാറാണ്. എന്താ മായന? അള്ളാഹുവിനെ കൂടാതെ അവര് ഔലിയാക്കന്മാരെ സ്വീകരിക്കൽ ശരിയല്ല. ഇൻകാരിയ തൗബീഹിന്റെ മാന ഒന്നിരിക്കൽ അങ്ങനെ ആയിരിക്കും. മുസ്തഖ്ബിലാകുമ്പോൾ ലാ യംബഗി, മാദിയിലാകുമ്പോൾ മാക്കാന യംബഗി എന്ന് നേരത്തെ പറഞ്ഞുപോയി. അപ്പോൾ ഈ മായനാട് വെക്കുമ്പോൾ നഫിയുടെ മായന അവിടെ ഉണ്ടാകുമ്പോൾ വഹീനൈദിൻ, ആ സമയത്ത് യത്തറത്തബു അലൈഹി, അതിന്റെ മേൽ തുടർന്നു വരും. ഈ നഫിയുടെ മേൽ തുടർന്നു വരും. എന്ത് തുടർന്നു വരും? ഖൗലുഹു, അല്ലാഹുവിന്റെ ഖൗല്, ഫല്ലാഹു വൽ വലിയു, കാരണം അല്ലാഹു വലിയാണ്. അപ്പൊ ഈ കീലക്കാര് പറയുന്നത് അമിത്തഹദൂ മിൻ ദൂനിഹി ഔലിയാ, അവര് അല്ലാഹുവിനെ കൂടാതെ ഔലിയാവിനെ സ്വീകരിക്കുകയാണോ? അത് ശരിയല്ല. ലായംബഹീന്റെ മായന എല്ലാവരും അവരെ സമ്മതിക്കുന്ന കാര്യമാണ്. ഒരു നഫിന്റെ മായന അവിടെ ഉണ്ട്, അതെല്ലാവരും സമ്മതിക്കും. ആ നഫിന്റെ മായന നോക്കിയിട്ട് ലായംബഹി അൻ യത്തഖിദു മിൻ ദൂനിഹി ഔലിയാ എന്ന് പറയുമ്പോൾ അല്ലാഹു അല്ലാത്തവരെ ഔലിയാക്കൽ ശരിയല്ല എന്ന മായനയാണല്ലോ തൗബീഹിന്റെ ഇൻകാറിനുള്ളത്. അങ്ങനെ വെക്കുമ്പോൾ വഹീനൈദിൻ, ആ സമയത്ത്, ഏത് സമയത്ത്? ഇസ്തിഫാമ് ഇൻകാരിയാവുന്ന സമയത്ത്, യത്തറത്തബു അലൈഹി, അതിന്റെ മേൽ തുടർന്നു വരും ഖൗലുഹു, അല്ലാഹുവിന്റെ ഖൗല്, ഫല്ലാഹു വൽ വലിയു എന്ന ഖൗല് തുടർന്നു വരും. മിൻ ഗൈരി തഖ്ദീരി ഷർത്തിൻ, ഷർത്തിനെ സങ്കല്പിക്കൽ കൂടാതെ. കാരണം നഫിയുടെ മായന ഉണ്ട്. നഫിയുടെ മായന ഉള്ളോടത്തൊക്കെ എന്തുണ്ടാകും? ഒരു മറ്റൊരു കാര്യം, അതായത് ഈ ഫല്ലാഹു വൽ വലിയു ചെയ്തു പോകാതിരിക്കാനുള്ള കാരണം വിവരിക്കും. അത് തുടർന്ന് വരും. അപ്പോൾ അതിന്റെ സബബ് തറത്തുബായി വരും. ഈ നഫിക്ക് ഒരു സബബ് തറത്തുബായിട്ട് വരും ഈ കീലക്കാര് പറയുന്നത്. അപ്പോൾ അല്ലാഹു തആല അല്ലാത്തവരെ അവർ ഔലിയാ ആയി സ്വീകരിക്കുകയാണോ? അത് ശരിയല്ല. കാരണം അല്ലാഹു വലിയാണ്. ഫാ സബബിയായ ഫാ ആണ്. ഈ സബബിയായ ഫായിനെ എന്ത് ചെയ്തു? അപ്പോൾ അത്ഫിന്റെ ഫാ ആണ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഷർത്തിനെ സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. ഫാ ജസാഇന്റേതാണെന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ ഷർത്തിനെ സങ്കല്പിക്കണമെന്ന് പറഞ്ഞത്. ഫാ എന്നല്ല, ജസാഇന്റെ ഫാ അല്ല, സബബിയായ ഫാ ആണ്. അപ്പോൾ അത്ഫിന്റെ ഫാ ആണ്. കമായുക്കാല് പറയപ്പെടും പോലെ ലാ യംബഗി അൻ യുഅബദ ഗൈറുല്ലാഹ്, അതിപ്പോ നേരെ നസ്സായ നഫിയാണ്.
മറ്റത് അമിത്തഹദു മിൻ ദൂനിഹി ഔലിയാ എന്നതിന്റെ ളിന്നിയായ മാനിയാണ് ലാ യംബഗി അൻ യത്തഖിദു മിൻ ദൂനിഹി എന്ന് പറഞ്ഞത്. ഇപ്പോൾ പറയുന്ന ഉദാഹരണം നസ്സായ നഫി തന്നെയാണ്. കമാ യുഖാലു ലാ യംബഗി അൻ യുഅബദ ഗൈറുല്ലാഹി, അല്ലാഹു അല്ലാത്തവർക്ക് ആരാധിക്കപ്പെടൽ ശരിയല്ല. കാരണം ഫല്ലാഹു വൽ മുസ്തഹിഖു ലിൽ ഇബാദത്തി, അല്ലാഹു ഇബാദത്തിന് അവകാശിയാണ്. അപ്പോൾ അല്ലാഹു അല്ലാത്തവർക്ക് ആരാധിക്കപ്പെടൽ ശരിയല്ല എന്നതിനാൽ തുടർന്നു വരുന്നൊരു കാര്യമാണ്. കാരണം യഥാർത്ഥത്തിൽ അല്ലാഹു ഇബാദത്തിന് അല്ലാഹുവാണ്. അവിടെ അത്ഫിന് പ്രശ്നമില്ല. ഫല്ലാഹു വൽ മുസ്തഹിഖു ലിൽ ഇബാദത്തി എന്നുള്ളത് അത് ഖബരിയ ജുംലയാണ്. ലാ യംബഗി അൻ യുഅബദ ഗൈറുല്ലാഹി എന്നുള്ളതും ഖബരിയ ജുംലയാണ്. എന്നതുപോലെ ഇവിടെയും അത്ഫ് ചെയ്യാമല്ലോ എന്നാണ് പറയുന്നത്. അത് വഫീഹി നദറും, ആ കീലയിൽ നദറുണ്ട്. ഇവർ ഖിയാസാക്കിയത് ലാ യംബഗി അൻ യുഅബദ ഗൈറുല്ലാഹി ഫല്ലാഹു വൽ മുസ്തഹിഖു ലിൽ ഇബാദത്തി. കാരണം ഇവിടെ നഫി നസ്സാണ്. ഇത് ലൈസ കുല്ലുമാ, ഒന്ന് മുഴുവനുമല്ല. ഫീഹി അതിലുണ്ട് മാന ഷെയ്, ഒരു ഷെയ്ഇന്റെ മായനയുണ്ട്. ഷെയ്ഇന്റെ മായനയിൽ നഫിന്റെ മായനയുണ്ട്. അമിത്തഹദു മിൻ ദൂനിഹി എന്നതിൽ നഫിന്റെ മായനയുണ്ട്. അപ്പൊ നഫിന്റെ മാന ലാ യംബഗി അൻ യത്തഖിദു മിൻ ദൂനിഹി ഔലിയാ എന്ന മായന ഉള്ള അമിത്തഖിദു മിൻ ദൂനിഹി ഔലിയാ എന്ന കലാമല്ല. അപ്പോൾ ഷെയ്ഇന്റെ മായന ഉണ്ട് എന്ന് പറഞ്ഞാൽ നഫിന്റെ മായന അമിത്തഖദു മിൻ ദൂനിഹിലുണ്ടല്ലോ. അപ്പോൾ ഒരു ഷെയ്ഇന്റെ മായനയുള്ള മുഴുവനുമല്ല. ഇത് ലൈസ കുല്ലുമാ, ഒന്ന് മുഴുവനുമല്ല. ഫീഹി ആ ഒന്നിലുണ്ട് മാന ഷെയ്, ഒരു ഷെയ്ഇന്റെ മായനയുണ്ട്. അങ്ങനത്തതല്ല ഹുക്കുമഹു, ആ ഒന്നിന്റെ ഹുക്കുമല്ല. ഹുക്കുമദാലിക ഷെയ്, ആ ഷെയ്ഇന്റെ ഹുക്കുമ പോലെയല്ല. അപ്പൊ എങ്ങനെ അർത്ഥം? ഹുക്കുമഹു എന്നുള്ളത് ലൈസന്റെ ഖബർ. ലൈസ കുല്ലുമാ, ഒന്ന് മുഴുവനുമല്ല. ഫീഹി ആ ഒന്നിലുണ്ട് മാനശൈ, ഒരു ഷെയ്ഇന്റെ മായനയുണ്ട്. അതായത് നഫിന്റെ മായനയുണ്ടല്ലോ അമിത്തഹുദു എന്ന ഇസ്തിഫാമി ഇൻകാരിക്ക്. ഹുക്കുമഹു ആ ഒന്നിന്റെ ഹുക്കുമല്ല. ഹുക്കുമദാലിക ഷെയ്, ആ ഷെയ്ഇന്റെ ഹുക്കുമ പോലെയല്ല. അതായത് ലാ യംബഗി കമാ യുഖാലു ലാ യംബഗി അൻ യുഅബദ ഗൈറുല്ലാഹി ഫല്ലാഹു വൽ മുസ്തഹിഖു ലിൽ ഇബാദത്തി. അവിടെ തർക്കമില്ല. ഫാ സബബിയ ഫാ ആണ്, അത്ഫിന്റെ ഫാ ആണ്. കാരണം അവിടെ നഫി മൻഫിയായ കലാമാണ് മുമ്പുള്ളത്. എന്നതുപോലെയല്ല അമിത്തഹദു മിൻ ദൂനിഹി ഔലിയാ എന്നുള്ളത്. അമിത്തഹദു മിൻ ദൂനിഹി ഔലിയാ എന്നുള്ളതിൽ നഫിന്റെ മായന അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നഫിന്റെ മാന ഉള്ള ലാ യംബഗി അൻ യത്തഖിദു മിൻ ദൂനിഹി ഔലിയാ എന്ന മാന ഉൾക്കൊണ്ട അമിത്തഖിദു മിൻ ദൂനിഹി ഔലിയാ എന്ന കലാമല്ല. ഹുക്മദാലിക ഷെയ്ഇ, ആ ഷെയ്ഇന്റെ ഹുക്കുമല്ല. ആ നഫിയുടെ ഹുക്കുമല്ല എന്നർത്ഥം. അതായത് ലാ യംബഗി അൻ യുഅബദ ഗൈറുല്ലാഹി ഫല്ലാഹു വൽ മുസ്തഹിഖു ലിൽ ഇബാദത്തി എന്ന് പറഞ്ഞതും അമിത്തഖദു മിൻ ദൂനി ഔലിയാ ഫല്ലാഹു വൽ വലി എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട്. ഇവിടെ നഫിന്റെ മാന ഉൾക്കൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നഫി മൻസൂസാണ്. വത്തബഉൽ മുസ്തഖീമു, നേരെ ചൊവ്വേ പോകുന്ന പ്രകൃതി ബുദ്ധി, ഷാഹിദു സിദ്ഖിൻ അലാ, അതെ സത്യസന്ധമായി സാക്ഷി നിൽക്കും, അലാ സിഹത്തി കൗലിന, നമ്മുടെ കൗല് സഹിയാണ് എന്നതിന്റെ മേൽ. എന്ത്? ലാ തദ്രിബു സൈദൻ, സൈദിനെ നീ അടിക്കരുത്. ബിലൊമ്മിൽ ബായി, അല്ല അടിക്കരുത് എന്നല്ല, അടിക്കൂല. ബിലൊമ്മിൽ ബായി അല അന്നല നാഫിയത്തും, അവൻ നെഹിയല്ല. ലാ തദ്രിബു സൈദൻ, സൈദനെ നീ അടിക്കൂല. കാരണം ഫൗവാഹൂക്ക, അവൻ നിന്റെ സഹോദരനാണ്. അവിടെ എന്ത് ചെയ്യാം? നഫിയാണ്. ലാ തദ്രിബു, അവിടെ നഫി മൻഫി, നഫിന്റെ ലാ കടന്നു. അപ്പൊ അത് ഖബരിയ കലാമാണ്. ഫൗവാഹൂക്ക ഖബരിയ കലാമാണ്. ഖബരിയ കലാമിനെ ഖബരിയ കലാമിന്റെ മേൽ അത്ഫ് ചെയ്യാം. ഇത് സഹിയാണ് എന്ന് സത്യസന്ധമായി സാക്ഷി നിൽക്കും, നേരെ ചൊവ്വേ പോകുന്ന ബുദ്ധി. എന്നാൽ ബിൽ ഫാ, ഈ ഫാ കൊണ്ട് പറ്റും. തഅലീലിയായ ഫാ അഥവാ സബബിയായ ഫാ കൊണ്ട് അങ്ങനെ പറയാൻ പറ്റും. അതേസമയത്ത് ബിഖിലാഫി അത്ദിരിബു സൈദൻ, സൈദനെ അടിക്കുകയാണോ ഫഹുവ അഖൂക എന്ന് പറയാൻ പറ്റൂല. ഇസ്തിഫാമ ഇൻകാരിൻ, ഇൻകാരിന്റെ ഇസ്തിഫാമായിട്ട് അങ്ങനെ പറയാൻ പറ്റൂല.
ഫഇന്നഹു ലാ യസിഹു ഈ കലാമു സഹിയാവൂല ഇല്ലാ ബിൽ വാവിൽ ഹാലിയത്തി അല്ലേ, ഹാലിയായ വാവ് കൊണ്ടല്ലാതെ പറ്റൂല. കാരണം എന്തുകൊണ്ടാണ്? അവിടെ ഫാവിനെ കൊണ്ടുവന്നാൽ ഫാവിനെ അത്ഫിന്റെ ഫാ ആക്കേണ്ടി വരും. അത്തദ്രിബു സൈദൻ, സൈദിനെ നീ അടിക്കുകയാണോ എന്ന് ഇസ്തിഫാമാണത്. അടിക്കുകയാണോ ഇസ്തിഫാമാണത്, ഹഖീഖിയ ഇസ്തിഫാമാണ്. അപ്പോൾ അത് ഇൻഷാഇയ ജുംലയാണ്. അതിന്മേൽ ഫഹുവ അഖൂക എന്നതിനെ അത്ഫ് ചെയ്യാൻ പറ്റൂല. കാരണം ഇത് ഖബരിയ കലാമാണ്. അവിടെ പിന്നെ പറ്റുള്ളൂ ഹാലിയായ വാവ് കൊണ്ട് എത്രത്തിൽ അവൻ നിന്റെ സഹോദരനാണ് ആ നിലയിൽ അടിക്കുകയാണോ അത് ചെയ്യരുത്. കേട്ടോ, സംഗതി ഇസ്തിഫാം ഇൻകാരി തന്നെയാണ്. ഹഖീഖ ഇസ്തിഫാമല്ല, ഇൻകാരിയ ഇസ്തിഫാമാണ്. സയ്യിദിനെ നീ അടിക്കുകയാണോ? അടിക്കാൻ പാടില്ല. അവിടെ ലാ യംബഗീന്റെ മാന ഉണ്ട്, പക്ഷേ അവിടെ ഹാലിയ വാവ് കൊണ്ടേ പറ്റുള്ളൂ. കാരണം അത് സഹിയല്ല എന്നും ഷാഹിദു സിദ്ഖാണ്. ഏത് തബഉൽ മുസ്തഖീമു ഷാഹിദു സിദ്ഖാണ്. ലാ അത്നിരിബു സൈദൻ ഫഹുവ അഖൂക പറ്റൂല എന്നുള്ളത് അവിടെ വാവ് കൊണ്ടേ പറ്റുള്ളൂ. കാരണം അത്നിരിബു സൈദൻ എന്നതില് നഫിന്റെ മഅന ഉൾക്കൊണ്ടിട്ടുണ്ട്, പക്ഷെ നഫിയല്ല. അവിടെ അത്ഫിന് പറ്റാത്തതുപോലെ അമിത്തഖദു മിൻ ദൂനിഹി ഔലിയാ എന്നുള്ളോടത്തും ഈ ഫല്ലാഹു വൽ വലി എന്ന ഫാവ് അത്ഫിന് പറ്റൂല. ലാ തദ്രിബു സൈദൻ, സൈദനെ അടിക്കൂല, ഫഹുവ അഖൂക അവരെ രണ്ടും ഖബരിയ കലാമായതുകൊണ്ട് അത്ഫിന്റെ ഫാവ് പറ്റും. ലാ തദ്രിബ് അത്ദ്രിബു സൈദൻ, സൈദനെ അടിക്കുകയാണോ അത് ചെയ്യരുത്, എത്തരത്തിൽ അവൻ നിന്റെ സഹോദരനാണ് ആ നിലയിൽ. അവിടെ അത്നിരിബു സൈദൻ എന്നതിൽ നെഫിന്റെ മാന ഉൾക്കൊണ്ടിട്ടുണ്ട് ലിംനിയായിട്ട്. അതുകൊണ്ട് കാര്യമായില്ല. കലാം ഏത് തന്നെയാണ്? ഇൻഷായിയായ കലാം തന്നെയാണ്. അപ്പൊ ഇൻഷായിയായ കലാമിൽ ഖബരിയായ കലാമിന്റെ മാന ഉൾക്കൊണ്ടതുകൊണ്ട് ഈ കലാമ് ഇൻഷായിയത്തിൽ നിന്ന് മാറ്റം വരുന്നതല്ല, അത് ഇൻഷായിയായിട്ട് തന്നെ നിലനിൽക്കും. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 174, പേജ് നമ്പർ 231. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഇലാഹിൽ മആനി ونور قلوبنا بلوامع التبيان من مطالع المثاني ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وصحابه المحرزين قصبات سبق في مضمار الفصاحة والبراءة. ومنها النداء, അതിൽപ്പെട്ടതാണ് ഐ ഒമിൻ അൻവാഇ ത്വലബി, ത്വലബിന്റെ ഇനങ്ങളിൽ പെട്ടതാണ് അന്നിദാഉ, നിദാ ആകുന്നത്. നിദാ നഹ്വിൽ വിശദീകരിച്ചിട്ടുണ്ട്. നിദാ എന്നതിന്റെ നിർവചനം എല്ലാം നഹ്വിൽ പറഞ്ഞിട്ടുണ്ട്. വഹുവ, നിദാ എന്ന് പറഞ്ഞാൽ ത്വലബുൽ ഇഖ്ബാലി, മുതകല്ലിമ് മുഖാത്തബ് മുന്നിടലിനെ, അതായത് മുഖാത്തബ് മുതകല്ലിബിന്റെ അടുക്കൽ വരലിനെ ആവശ്യപ്പെടലാണ്. അതാണ് ത്വലബുൽ ഇഖ്ബാൽ. മുതകല്ലിമ് മുഖാത്തബ് മുതകല്ലിമിന്റെ അടുക്കിലേക്ക് മുന്നിടലിനെ, നേരിടലിനെ, വരലിനെ ആവശ്യപ്പെടലാണ്. ഹിസ്സിൽ ഇഖ്ബാല് ഔ മഅനൻ, അല്ലെങ്കിൽ മഅനയിൽ ഇഖ്ബാല്. അത് കിതാബിലില്ലാത്തതാണ്. ഹിസ്സൻ ഔ മഅനൻ എന്നത് ഓഹോ തലബുൽ ഇഖ്ബാലി, ഇഖ്ബാല് മുന്നിടലിനെ, നേരിടലിനെ തേടലാണ്.
ആര് ആവശ്യപ്പെടുക? മുത്തക്കല്ലിം ആവശ്യപ്പെടുക ആരോട്? മുഖാത്തബിനോട്. അത് ഹിസ്സിലോ മഅനയിലോ ആവാം. ഹിസ്സിലുള്ളത് യാ സയ്യിദു എന്ന് പറയും പോലെ. അപ്പൊ സയ്യിദ് ഹിസ്സിൽ തന്നെ മുത്തക്കല്ലിമിന്റെ അടുത്തേക്ക് വരലിനെ ആവശ്യപ്പെടാം. മഅനയിൽ ഖുർആനിലുണ്ടല്ലോ യാ ജിബാലു യാ സമാഉ എന്നൊക്കെ ഉണ്ടല്ലേ. യാ ജിബാലു അവ്വിബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഹിസ്സിൽ ഇക്ബാലിനെ ആവശ്യപ്പെടലില്ല. മഅനയിൽ ഒരു ഇക്ബാലിനെയാണ് അവിടെ ആവശ്യപ്പെടുന്നത്. എങ്ങനെ ആവശ്യപ്പെടുക? ബി ഹർഫിൻ, ഒരു ഹർഫ് കൊണ്ട് ഇക്ബാലിനെ ആവശ്യപ്പെടലാണ് മുത്തക്കല്ലിം മുഖാത്തബിനോട്. നായിബിൻ, അപ്പോ ഒരു ഹർഫ് മുഖേന ആവശ്യപ്പെടുക. എങ്ങനത്തെ ഹർഫാണ്? നായിബിൻ മനാബ അദുഉ, അദുഉന്റെ സ്ഥാനത്ത് പകരം വരുന്നത്. ലഫ്ലൻ, ലഫ്ലിൽ പകരം വരുന്നത്. ഔ തക്ദീറൻ, അല്ലെങ്കിൽ തക്ദീറിൽ പകരം വരുന്നത്. ലഫ്ലിൽ പകരം വരുന്നത് എന്ന് പറഞ്ഞാൽ ലഫ്ലിൽ ഈ നിദാന്റെ ഹർഫുകളെ മൊഴിയുക. തക്ദീറിൽ എന്ന് പറഞ്ഞാൽ നിദായിന്റെ ഹർഫിനെ കളികൾ ജായിസായ സ്ഥലങ്ങളുണ്ടല്ലോ. എവിടെ? വഗൈറു മന്ദൂബിൻ വമുദ്മരിൻ വമാ ജാ മുസ്തഖാസൻ ഖദ് യുഅറ ഫഇലമാ. മന്ദൂബ് അല്ലാത്ത സ്ഥലത്തും മുനാദ ലമീറാകാത്ത സ്ഥലത്തും മുസ്തഖാസ അല്ലാത്തോടത്തും നിദായിന്റെ ഹർഫിനെ കളയപ്പെടാം. യൂസുഫ് അഇരിദ് അൻഹാദ, അവിടെ യാ യൂസുഫ് എന്നാണല്ലോ. അവിടെ തക്ദീറിൽ അവിടെ നിദായിന്റെ ഹർഫുണ്ട്. അതാണ് പറഞ്ഞത്. അപ്പോൾ ഒമിന്ന ഐ ഒമിൻ അൻവായി ത്വലബി, ത്വലബിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് അന്നിദാവു, നിദാ ആകുന്നത്. വഹുവ നിദാ എന്ന് പറഞ്ഞാൽ തലബുൽ ഇഖ്ബാലി, മുത്തക്കല്ലിമു മുഖാത്തബ് നേരിടലിനെ, മുന്നിടലിനെ ആവശ്യപ്പെടലാണ്. ബി ഹർഫിൻ, ഒരു ഹർഫ് കൊണ്ട്, ഒരു ഹർഫ് മുഖേന. ആ ഹർഫ് അദുഉന്റെ സ്ഥാനത്ത് പകരം വരുന്നതാണ്. ലഫ്ദിലോ തക്ദീറിലോ പകരം വരുന്നതാണ്. അപ്പോൾ നിദായിന്റെ ഹർഫുകൾ ഏതൊക്കെയാണെന്നൊക്കെ നഹ്വിന്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ബഈദായ മുനാദയെ വിളിക്കുന്ന ഹർഫുകൾ ഏതെല്ലാമാണ്, ഖരീബായ മുനാദയെ വിളിക്കപ്പെടുന്ന നിദായിന്റെ ഹർഫുകൾ ഏതൊക്കെയാണെന്ന് നഹ്വിന്റെ കിതാബുകളിൽ വിവരിച്ചിട്ടുണ്ട്. അത് അവിടെ നോക്കിയാൽ മതി. അപ്പോൾ യാ സയ്യിദു എന്ന് പറയുന്നോടത്ത് അതെങ്ങനെപ്പോ ഈ തലബിന്റെ ഈ ഇനങ്ങളിൽ ഉൾപ്പെടുക? അദുഉന്റെ സ്ഥാനത്താണല്ലോ ഈ നിദായിന്റെ ഹർഫുള്ളത്. യാ സയ്യിദു എന്ന് പറഞ്ഞാൽ അദുഉ സയ്യിദൻ, സയ്യിദിനെ ഞാൻ വിളിക്കുന്നു. യാ അല്ലാഹു എന്ന് പറഞ്ഞാൽ അതിന്റെ അസ്ല് അദുഉല്ലാഹ, അല്ലാഹുവിനെ ഞാൻ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ത്വലബില്ലല്ലോ. അവിടെ സരീഹൻ ത്വലബ് ഇല്ലെങ്കിലും യാ സയ്യിദു എന്ന് പറയുമ്പോൾ സയ്യിദിനെ ഞാൻ വിളിക്കുന്നു എന്നതിന് ലാസിമാണ് ഈ സയ്യിദിന്റെ ഇഖ്ബാല്. അപ്പോൾ അഖ്ബിൽ എന്ന ഒരു അമ്രിന്റെ സീഗ അവിടെ ലാസിമായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് തലബിന്റെ ഇനത്തിൽ പെടാനുള്ള കാരണം എന്ന് മനസ്സിലാക്കണം. ഇനി വഖത്തുസ്തഅമലു സീഗത്തുഹു, ഈ നിദാഇന്റെ സീഗയെ ഇസ്തിഇമാൽ ചെയ്യപ്പെടും. ഫീ ഗൈരി മഅനാഹു, ആ നിദാഇന്റെ മഅന അല്ലാത്തതിൽ. വഹുവ, ആ മഅനയാകുന്നത് തലബുൽ ഇഖ്ബാലി, തലബുൽ ഇഖ്ബാലാണ്. അത് നേരത്തെ പറഞ്ഞു. വഹുവ തലബുൽ ഇഖ്ബാലി ബി ഹർഫിൻ നായിബിൻ മനാബ അദുഉ ലഫ്ളൻ ഔ തക്ദീറൻ എന്ന് പറഞ്ഞല്ലോ. ആ തലബുൽ ഇഖ്ബാൽ അല്ലാത്തതാണ്
അല്ല, ആ തലബുൽ ഇഖ്ബാലാണ് അതിന്റെ അസ്ലിയായ മായന. ആ മായന അല്ലാത്തതിൽ നിദാഇന്റെ സീഗയെ ഇസ്തിഅ്മാൽ ചെയ്യപ്പെടും. അപ്പോൾ അത് മജാസാകും. ഏതുപോലെ? കൽ ഇഖ്റാഇ, ഇഖ്റാ പോലെ. ഇഖ്റാ ആ ഗൈറുൽ ഉപയോഗിക്കുന്നത് മജാസാകും. അപ്പോൾ ഇഖ്റായിൽ ഉപയോഗിക്കുന്നത് മജാസാകും കേട്ടോ. ഇഖ്റാ എന്ന് പറഞ്ഞാൽ ഒരാളെ മറ്റൊരു വിഷയത്തിൽ പ്രേരിപ്പിക്കുക, മനസ്സ് വെപ്പിക്കുക, അതാണ് ഇഖ്റാ. ഫി കൗലിക്ക, നിന്റെ കൗലിലുള്ള ഇഖ്റാ പോലെ. നീ ലിമൻ, ഒരാളോട് നീ പറയൽ, നിന്റെ കൗല്. അക്ബല അലൈക്ക, അവൻ നിന്റെ അടുത്തേക്ക് മുന്നിട്ട് വരുന്നുണ്ട്. എങ്ങനെ മുന്നിട്ട് വരുന്നുണ്ട്? യതവല്ലമു, അവൻ മർദ്ദനം ലഭിച്ചതിന്റെ പേരിൽ സങ്കടപ്പെട്ടവനായ നിലയിൽ, മർദ്ദനം ലഭിച്ചതിന്റെ പേരിൽ സങ്കടപ്പെട്ടവനായ നിലയിൽ നിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനത്തവനോട് യാ മദ്ലൂമു എന്ന് പറയുക. മർദ്ദിക്കപ്പെട്ടവനെ എന്നാണ്. അപ്പോൾ അവനെ ഇവിടെ നേരിട്ട് വിളിക്കൽ അവിടെ ലക്ഷ്യമല്ല. കാരണം അവൻ വന്നും കൊണ്ടേ ഇരിക്കുകയാണല്ലോ. അത് എന്തിനാണ് അങ്ങനെ പറയുന്നത്? യാ മദ്ലൂമു എന്ന്. മർദ്ദനം ലഭിച്ചവൻ, മറ്റൊരുത്തന്റെ മർദ്ദനം നേടിയവൻ, കിട്ടിയവൻ സങ്കടപ്പെട്ടവനായിട്ട് നിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവനോട് യാ മദ്ലൂമു എന്ന് പറയുന്നത് എന്തിനാണ്? ഖസ്ദൻ ഇലാ ഇഖ്റാഇഹി, അവനെ പ്രേരിപ്പിക്കലിനെ കരുതിയവനായ നിലയിൽ. ഖസ്ദൻ, നീ തന്നെ കരുതിയവനായ നിലയിൽ. ഇലാ ഇഖ്റാഇഹി, അവനെ പ്രേരിപ്പിക്കലിലേക്ക്. വഹസ്സിഹി, അവനെ ഇളക്കിവിടലിലേക്കും. അലാ സിയാദത്തി തവല്ലുമി, അവന്റെ സങ്കടത്തെ അധികമാക്കലിന്റെ മേൽ, കൂടുതലാക്കലിന്റെ മേൽ. അക്രമം ലഭിച്ചു, അതിന് സങ്കടപ്പെട്ടിങ്ങനെ വരുമ്പോൾ യാ മദ്ലൂം എന്ന് പറയുമ്പോൾ അവനക്ക് കൂടുതൽ സങ്കടമുണ്ടാവും. അതിനു വേണ്ടി ബസ്സി ശക്വ, അവന്റെ ആവലാതിയെ ഒന്ന് പരസ്യപ്പെടുത്തലിനെയും കരുതിയവരായ നിലയിൽ. അല്ലാതെ ഇഖ്ബാല് അവിടെ ലക്ഷ്യം ഇല്ല. കാരണം അന്നൽ ഇഖ്ബാല ഹാസിലുൻ, ഇഖ്ബാൽ ഇവിടെ ഹാസിലാണ്. അപ്പോൾ പിന്നെ ഹാസിലായതിനെ പിന്നെ ഹാസിലാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവിടെ ഇഖ്റായിൽ ഇസ്തിമാൽ ചെയ്തു. ഇഖ്റാ എന്ന് പറഞ്ഞാൽ അൽ ഹസ്സു അലാ ലുസൂമി ഷൈഇ, ഒരു ഷൈഇനെ ലാസിമാക്കലിന്റെ മേൽ പ്രേരിപ്പിക്കുക, ഈ സങ്കടം അധികമാക്കാനുള്ള ഒരു പ്രേരണ. അതാണ് ഇവിടെ യാ മദ്ലൂമു കൊണ്ട് ഉള്ളത് കേട്ടോ. ഈ കസദ് എന്നുള്ളത് കാഫിൽ നിന്ന്, ഫീ കൗലിക്ക എന്നതിലെ മുഖാത്തബിന്റെ കാഫുണ്ടല്ലോ, അതിൽ നിന്ന് ഹാലാണ്. നീ തന്നെ കരുതിയവനായ നില, ഹാല കൗലിക്ക കാസിദൻ, നീ തന്നെ കരുതിയവനായ നിലയിൽ. ബിഹി ഇഖ്റാഉഹൂന, അവിടുത്തെ അർത്ഥം ഈ കൗലുകൊണ്ട് അവനെ പ്രേരിപ്പിക്കലിനെ. വൽ ഇഖ്തിസാസി, ഇഖ്തിസാസ് പോലെയും ആ പിന്നെ നിദായിന്റെ മാന അല്ലാത്തത്. ഫീ കൗലിഹിം, അവരുടെ കൗലിലുള്ള ഇഖ്തിസാസ് പോലെ. അന അഫ്അലു കദാ അയ്യുഹർ റജുലു എന്ന, അന അഫ്അലു കദാ അയ്യുഹർ റജുലു എന്ന അവരുടെ കൗലിലുള്ള ഇഖ്തിസാസ് പോലെ. ഇഖ്തിസാസ് എന്താണെന്ന് നെഹ്ബിന്റെ കിതാബിൽ നിന്ന് നമ്മൾ പഠിക്കണം കേട്ടോ. അൽ ഇഖ്തിസാസു കനിദാഇൻ ദൂനയ കഅയ്യുഹൽ ഫത്താബി ഇസിർജൂനിയ വഖദ് യജീദ ദൂന അയ്യിൻ തിൽവഅൽ കമിസിലി നഹ്നുൽ ഉർബ അസ്ഖാ മംബദൽ.
അപ്പോൾ ഇഖ്തിസാസ് പോലെ ഈ സ്ഥലത്ത് അൽഫിയയിൽ ഇഖ്തിസാസിന്റെ ബാബ് ശരിക്ക് ഒന്ന് ഇത്ലാഇ ചെയ്യൽ ആവശ്യമാണ്. അയ്യുഹർ റജുലു അന അഫ്അലു കദാ അയ്യുഹർ റജുലു. അപ്പോൾ അയ്യുഹർ റജുലു എന്ന നിദാഇനെ ഇവിടെ ഇഖ്തിസാസിൽ ഉപയോഗിച്ചു. ഈ റജുലിനെ ഞാൻ പ്രത്യേകമാക്കുന്നു. ഇവിടെ എന്താണ് സംഗതി? അയ്യുഹർ റജുലു എന്താണ്? മുനാദയാണ്. അസ്ലിൽ അത് മുനാദയാണ്. അത് അൽഫിയയിൽ പറഞ്ഞിട്ടുണ്ട്. വഅയ്യുഹാ മസ്ഹൂബ അൽ ബഅദു സിഫ തൽസമു ബിർറഫഇ ലദാദിൽ മഅരിഫ. അയ്യുഹ തൽസമു മസ്ഹൂബ അൽ, അത് അല്ലിന്റെ മസ്ഹൂബിനെ ലാസിമാക്കും. അയ്യുഹന്റെ ബഅദു, ആ മസ്ഹൂബ് അല്ല് തന്നെ അയ്യുഹാന്റെ ശേഷമായ നിലയിൽ, സിഫത്തൻ സിഫത്തായ നിലയിലും, ബിർറഫഇ റഫ്ഉ കൊണ്ടായ നിലയിലും എന്നാണ്. അപ്പോൾ അയ്യുഹർ റജുലു ലഫ്ളിൽ മുനാദ അയ്യുഹയാണെങ്കിലും ഹഖീഖത്തിൽ മുനാദ അർറജുലു ആണ്. അപ്പോൾ അർറജുലു സിഫത്താണ്. അതിന് ഇറാബ് റഫഉമാണ്. അത് നഹ്വിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അൽഫിയയുടെ ഈ ബൈത്തിൽ അതാണ് വിവരിച്ചിട്ടുള്ളത്. ഫഖൗലുന, നമ്മുടെ കൗല് എന്താണ്? നമ്മുടെ കൗല് അയ്യുഹർ റജുലു എന്ന കൗല് അസ്ലുഹു, അതിന്റെ അസ്ല് തഖ്സീസുൽ മുനാദ, മുനാദയെ പ്രത്യേകമാക്കലാണ്. ഈ വിളിക്കപ്പെടുന്ന റജുലുണ്ടല്ലോ, ആ റജുലിനെ പ്രത്യേകമാക്കലാണ് അതിന്റെ അസ്ലിയാമാന. ബി ത്വലബി ഇഖ്ബാലിഹി അലൈക, ആ മുനാദ നിന്റെ അടുക്കൽ മുന്നിട്ട് വരലിനെ ആവശ്യപ്പെടലുകൊണ്ട്. ബി ത്വലബി ഇഖ്ബാലിഹി അലൈക, ആ മുനാദ നിന്റെ അടുക്കൽ മുന്നിട്ട് വരലിനെ ആവശ്യപ്പെടലുകൊണ്ട് മുനാദയെ ഖാസാക്കുക. അപ്പോൾ അയ്യുഹർ റജുലു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അയ്യുഹൻ നബിയു, യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹർ റസൂലു, യാ അയ്യുഹൽ മുദ്ദസിറു, യാ അയ്യുഹൽ മുസ്സമ്മിലു, യാ അയ്യുഹല്ലദീന ആമനു. ഇവിടെയൊക്കെ അസ്ലിയാമാൻ എന്താണ്? മുനാദ നിന്റെ അടുക്കിലേക്ക് മുന്നിട്ട് വരലിന് ആവശ്യപ്പെടലുകൊണ്ട് ഖാസാക്കലാണ് അതിന്റെ അസ്ലിയാമാന. ഇവിടെ അനാഫ്അലു കദാ അയ്യുഹർ റജുലു എന്ന് പറഞ്ഞാൽ ഇവിടെ മുനാദ ഈ മുത്തക്കല്ലിമ് തന്നെയാണ് മുനാദ. മുത്തക്കല്ലിമ് അവന്റെ നഫ്സിൽ നിന്ന് ഒരു മുനാദയെ തനിപ്പിച്ചെടുത്തു. എന്നിട്ട് മുത്തക്കല്ലിമ് അവനെ തന്നെ വിളിക്കൽ, അതാണ് ഇവിടുത്തെ അസ്ലിയാമാന. ഇവിടെ പുറത്തുള്ള ഒരാളല്ല, ഒരു മുഖാത്തബ് ഇവിടെ ഇല്ല. അനാഫ്അലു കദാ അയ്യുഹർ റജുലു എന്ന് പറയുമ്പോൾ മുനാദ ആരാണ് ഇവിടെ ഈ മുത്തക്കല്ലിമ് തന്നെയാണ്. ആ മുത്തക്കല്ലിമായ മുനാദയെ ഇവൻ ഈ വിളിക്കുന്ന ഈ മുത്തക്കല്ലിമിന്റെ അടുക്കിലേക്ക് തന്നെ മുന്നിട്ട് വരലിന് ആവശ്യപ്പെടലാണ്. അപ്പോൾ ഇവിടെ മുന്നിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ, മുത്തക്കല്ലിമ് തന്നെയാണ് മുനാദ. അങ്ങനെയുള്ള ഈ ഘട്ടത്തിൽ അസ്ലിയാമാന മുനാദയെ ഖാസാക്കലാണ്. ആ മുനാദ നിന്റെ അടുക്കൽ മുന്നിട്ട് വരലിനെ ആവശ്യപ്പെടലുകൊണ്ട്. സുമ്മ ജുഇല, പിന്നെ ഈ അയ്യുഹർ റജുലു എന്ന ലഫ്ദിനെ ആക്കപ്പെട്ടു മുജറദൻ, അതിനെ തനിപ്പിക്കപ്പെട്ടതാക്കപ്പെട്ടു. അൻ ത്വലബിൽ ഇഖ്ബാലി, ത്വലബുൽ ഇഖ്ബാലിനെ തൊട്ട് മുജറദാക്കി. അപ്പോൾ ആ തഖ്സീസുൽ മുനാദ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നിട്ട് വനുഖില, അതിനെ നക്കൽ ചെയ്തു. എന്തിലേക്ക് നക്കൽ ചെയ്തു? ഇലാ തഖ്സീസി മദ്ലൂലിഹി, അയ്യുഹർ റജുലു എന്നതിന്റെ മദ്ലൂലിനെ ഖാസാക്കലിലേക്ക്. മദ്ലൂൽ ഏതാണ്? അയ്യുഹർ റജുലിന്റെ മദ്ലൂല്
അത് മുത്തക്കല്ലിമിന്റെ ദാത്താണ്. കാരണം ഇവിടെ ഒരു മുഖാത്തബ് വേറെ ഇല്ലല്ലോ. അയ്യുഹർ റജുലു എന്ന് പറഞ്ഞാൽ അവൻ തന്നെ, മുത്തക്കല്ലിമ് അവനെ വിളിക്കുകയാണല്ലോ. അപ്പോൾ അയ്യുഹർ റജുലിന്റെ മദലൂൽ ഏതാണ് ഇവിടെ? അത് മുത്തക്കല്ലിമിന്റെ ദാത്താണ്. ആ മുത്തക്കല്ലിമിന്റെ ദാത്തിനെ സംബന്ധിച്ചാണ് അന അഫ്അലു എന്ന് ഇബാറത്തിട്ടത്. അന എന്ന് പറയുന്നത് മുത്തക്കല്ലിമിന്റെ ദാത്താണല്ലോ. ഈ മുത്തക്കല്ലിമിന്റെ ദാത്താണ് മദലൂല്. ആ ദാത്തിനെ ഖാസാക്കുക. മിൻബൈനി അംസാലിഹി, ആ ദാത്ത് ആ മദലൂല് പോലത്തവരുടെ ഇടയിൽ നിന്ന് ഖാസാക്കുക. എന്തുകൊണ്ട് ഖാസാക്കുക? ബിമ, ഒരു ഹുക്മ കൊണ്ട് ഖാസാക്കുക എന്ന തഖ്സീസിലേക്ക് നക്കൽ ചെയ്തു. അപ്പോ നുക്കില അയ്യുഹർ റജുലൂനെ നക്കൽ ചെയ്യപ്പെട്ടു. ഇലാ തഖ്സീസി മദലൂലിഹി, അയ്യുഹർ റജുലു എന്നതിന്റെ മദലൂലിനെ അയ്യുഹർ റജുലു ഏതൊരു മഅനയുടെ മേലാണോ അറിയിക്കുന്നത് ആ മഅനയെ ഖാസാക്കലിലേക്ക്. ആ മഅന ഏതാണ്? മുത്തക്കല്ലിമിന്റെ ദാത്താണ്. കാരണം ഇവിടെ മറ്റൊരു മുഖാത്തബ് ഇവിടെ ഇല്ല, ഒരു മുനാദ ഇല്ല. അതുകൊണ്ട് മിൻബൈനി അംസാലിഹി, ആ മദലൂല് പോലത്തവരുടെ ഇടയിൽ നിന്ന് മദലൂലിനെ ഖാസാക്കലിലേക്ക് നക്കൽ ചെയ്തു. എന്തുകൊണ്ട് ഖാസാക്കലിലേക്ക് നക്കൽ ചെയ്തു? ബിമ, ഒരു ഹുക്കുമു കൊണ്ട് ഖാസാക്കലിലേക്ക് നക്കൽ ചെയ്തു. നുസിബ, ആ ഹുക്കുമിനെ ചേർക്കപ്പെട്ടിട്ടുണ്ട് ഇലൈഹി, ആ മദലൂലിലേക്ക്. കാരണം അത് ഈ ഉദാഹരണത്തിൽ ഫിഇലാണ്. അന അഫ്അലു, അന ഞാൻ, അഫ്അലു ഞാൻ ചെയ്യും. അപ്പോൾ ഫിഇല് എന്ന ഒരു മുസ്നദിനെ മുത്തക്കല്ലിമിന്റെ ദാത്തിന്റെ മേൽ ദാലായ അന എന്ന ദമീറിലേക്ക് ഇസ്നാദ് ചെയ്തു. അപ്പോൾ അയ്യുഹർ റജൂലിന്റെ മദലൂലായ മുത്തക്കല്ലിമിന്റെ ദാത്തിന്റെ മേൽ അറിയിക്കുന്ന അന എന്ന ലഫ്ദിലേക്ക് എന്തിനെ ഇസ്നാദ് ചെയ്തു? ഫിഇല് എന്ന ഒരു ഹുക്മിനെ ഇസ്നാദ് ചെയ്തു, ഞാൻ ചെയ്യും. അതാണ് നുസീബ. ആ ഹുക്മിനെ ചേർക്കപ്പെട്ടിട്ടുണ്ട് ഇലൈഹി, ഈ മദലൂലിലേക്ക്. അനാഫ്അലു, ആ ഫിഇല്, ആ ഒരു ഹുക്കുമു കൊണ്ട് ഈ മദലൂലിനെ എന്താക്കുക? ഖാസാക്കുക. മദലൂ മുത്തക്കല്ലിമിന്റെ ദാത്ത്. അപ്പൊ അയ്യുഹർ റജുലു, ഞാൻ ഈ റജുലിനെ പ്രത്യേകമാക്കുന്നു, മറ്റ് റജുലുകളിൽ നിന്ന് ഞാനാകുന്ന റജുലിനെ പ്രത്യേകമാക്കുന്നവനായ നിലയിൽ എന്നായി അർത്ഥം. കാരണം ഇത് എന്താ നക്കൽ ചെയ്യാനുള്ള കാരണം? ഇത് കാരണം ലൈസൽ മുറാദ് ബി അയ്യിൻ, അല്ലെങ്കിൽ ബി അയ്യു, രണ്ടും വായിക്കാം. അയ്യു കൊണ്ടുള്ള മുറാദല്ല, വസ്ഫിഹി, അയ്യിന്റെ വസ്ഫായ അർറജുൽ കൊണ്ടുള്ള മുറാദും അല്ല. അൽ മുഖാത്തബല്ല. ഇവിടെ ഒരു മുഖാത്തബില്ലല്ലോ. ഇവിടെ ഹക്കീക്കത്തിൽ മുഖാത്തബാരാണ്, അവൻ തന്നെയാണല്ലോ. അപ്പൊ മറ്റൊരു മുഖാത്തബ് അല്ല ഇവിടെ മുറാദ്. ബൽ ഈ അയ്യ് അതിന്റെ വസ്ഫ് കൊണ്ടുള്ള മുറാദ് ഒരു മഅനയാണ്. ദല്ലാലിഹി, ആ മഅനയുടെ മേൽ അറിയിച്ചിട്ടുണ്ട് ലമീറുൽ മുത്തക്കല്ലിമി, മുത്തക്കല്ലിമിന്റെ ലമീർ അറിയിച്ചിട്ടുണ്ട്. അതായത് മുത്തക്കല്ലിമിന്റെ ദാത്താണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ മുഖാത്തബ് മുറാദല്ല, മുത്തക്കല്ലിമിന്റെ ദാത്താണ് മുറാദ്. മുത്തക്കല്ലിമിന്റെ ദാത്ത് മുറാദാകുമ്പോൾ എന്ത് സംഭവിച്ചു? മുത്തക്കല്ലിമിന്റെ ദാത്തിനെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞിട്ടുമുണ്ടല്ലോ, അനഫല് ഞാൻ ചെയ്യും. അപ്പോൾ അയ്യുഹർ റജുലു, ഏ റജുലേ എന്ന് പറയുന്ന ആ ഇക്ബാലിനെ തൊട്ട് ഇതിനെ മുജറദാക്കിയിട്ട് അയ്യുഹർ റജുലു കൊണ്ടുള്ള മുറാദായ മുത്തക്കല്ലിമിന്റെ ദാത്തിലേക്ക് ഏതൊരു ഹുക്കുമിനെയാണോ ചേർക്കപ്പെട്ടത് ആ ഹുക്കുമു കൊണ്ട് ഈ മുത്തക്കല്ലിമിന്റെ ദാത്തിനെ ഖാസാക്കുക, തഖ്സീസാക്കുക, ഞാൻ മാത്രമാണ് പ്രവർത്തിച്ചവൻ എന്ന അർത്ഥം. അപ്പോൾ അന അഫ്അലു, ഞാൻ പ്രവർത്തിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നവനാണ് അയ്യുഹർ റജുലു. ഞാൻ എന്ന് പറഞ്ഞാൽ
മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് എന്നെ ഞാൻ പ്രത്യേകമാക്കുന്നു എന്നർത്ഥം. അയ്യുഹ, അപ്പോൾ അയ്യുഹയാകുന്നത്, അപ്പോൾ ഇവിടെ പറഞ്ഞെന്താണ്, ഇത് ലൈസൽ മുറാദ് ബി അയ്യുൻ അല്ല ബി അയ്യു അല്ലെങ്കിൽ ബി അയ്യിൻ. അയ്യു കൊണ്ടുള്ള മുറാദല്ല വസിഫിഹി, അയ്യിന്റെ വസുഫ് കൊണ്ടുള്ള മുറാദും അല്ല. അർറജുല് അൽ മുഖാത്തബ, മുഖാത്തബല്ല. പിന്നെ ആരാണ്? ഇവൻ തന്നെയാണ്, മുത്തക്കല്ലിമ തന്നെയാണ് മുറാദ്. ബൽ മാ, ഒന്നാണ് മുറാദ്. ദല്ലാലിഹ, ഒന്നിന്റെ മേൽ അറിയിച്ചിട്ടുണ്ട് മുത്തക്കല്ലിമിന്റെ ദമീർ. അയ്യുഹ മദ്മൂമുൻ, അപ്പോൾ അയ്യുഹ ലമ്മാക്കപ്പെട്ടതാണ്, ലമ്മിന്റെ മേൽ മബിനിയാണ്. വർ റജുലു മർഫൂഉൻ, റജുലു മർഫൂഉമാണ്. വൽ മജ്മൂഉ, മജ്മൂഉ ഫീ മഹല്ലി നസ്ബിൻ, നസ്ബിന്റെ മഹല്ലിലാണ്. അലാ അന്നഹു ഹാലുൻ, അത് ഹാലാണ് എന്ന നിലയിൽ നസ്ബിന്റെ മഹല്ലിലാണ്. മജ്മൂഉ എന്ന് പറഞ്ഞാൽ അയ്യുഹർ റജുലു എന്നതിന്റെ മജ്മൂഉ നസ്ബിന്റെ മഹല്ലിലാണെങ്കിലും ഹാലിന്റെ മേലിലല്ല. അത് അഹുസു എന്നതിന്റെ മഫൂലായിട്ടാണ് നസ്ബിന്റെ മഹല്ല്. അഹുസു ഈ അയ്യുഹർ റജുലുവിന്റെ ആമിലിനെയും കൂടി ഉൾപ്പെടുത്തുമ്പോൾ ആ ആമിലിന്റെ ജിഹത്തിലേക്ക് നോക്കിയിട്ടാണ് നസ്ബിന്റെ മഹല്ലിലാണ്, ഹാലായ നിലക്ക് നസ്ബിന്റെ മഹല്ലിലാണ് എന്ന് പറയാനുള്ള കാരണം. അതിവിടെ ശുറൂഹു തൽഖീസിൽ ദസൂഖിയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഖൗലുഹു വൽ മജ്മൂഉ, വൽ മജ്മൂഉ ഫീ മഹല്ലി നസ്ബിൻ അലാ അന്നഹു ഹാലുൻ, മജ്മൂഉ നസ്ബിന്റെ മഹല്ലിലാണ്. അലാ അന്നഹു ഹാലുൻ, അത് ഹാലാണ് എന്ന നിലയിൽ. മജ്മൂഉ നമ്മൾ ഇപ്പോൾ സംസാരിച്ചും കൊണ്ടിരിക്കുന്നത് അയ്യുഹർ റജുലിനെ പറ്റിയാണല്ലോ. അയ്യുഹർ റജുല് യഥാർത്ഥത്തിൽ നസ്ബിന്റെ മഹല്ലിലാണ്. അയ്യു ലമ്മിന്റെ മേൽ മബിനിയാണ്. അർ റജുലു അതെന്താണ്? മർഫൂ ആണ്, സിഫത്താണ്. മഹല്ല് നസ്ബാണ്, അഹ്സുന്റെ മഫൂലായിട്ട്. അപ്പോൾ അയ്യുഹർ റജുലുന്റെ മജ്മൂഇ നസ്ബിന്റെ മഹല്ലിലാണ്, നസ്ബിന്റെ മഹല്ലിലാണെന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഹാലല്ല, അത് മഫൂലാണ്. അപ്പൊ പിന്നെ വൽ മജ്മൂഉ എന്ന് പറഞ്ഞ മജ്മൂഉ ഈ അയ്യുഹർ റജുലുന്റെ ആമിലിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് അഹുസ്സു അയ്യുഹർ റജുലു എന്ന ആ മജ്മൂഉ നസ്ബിന്റെ മഹല്ലിലാണ്, ഹാലായ നിലയിൽ. ഹാലായ നിലയിൽ എന്ന് പറഞ്ഞാൽ ഹാല്, ഹാലിയത്ത് എന്ന തർക്കീബുള്ളത് ആർക്കാണ്? അഹുസ്സു എന്നതിനാണ്. ഞാൻ തന്നെ പ്രത്യേകമാക്കുന്നവനായ നിലയിൽ അയ്യുഹർ റജുലു, മറ്റുള്ളവരിൽ നിന്ന് ഈ റജുലിനെ എന്നാണ്. അപ്പോൾ മജ്മൂഉ നസ്ബ് ഹാൽ എന്ന് പറയുന്നത് ആമിലിലേക്ക് ചേർത്തി നോക്കിയിട്ടാണ് എന്ന് മനസ്സിലാക്കണം. അതിവിടെ ശുറൂഹു തൽഖീസ് ദസൂഖിയിൽ വിവരിച്ചിട്ടുണ്ട്. ഖൗലുഹു വൽ മജ്മൂഉ ലാഹിറുഹു, ഈ വൽ മജ്മൂഉ എന്നതിന്റെ ലാഹിർ ദസൂഖിയാണ്. ദസൂഖി 2236 കാണാം. ലാഹിറുഹു വൽ മജ്മൂഉ എന്ന ഇബാറത്തിന്റെ ലാഹിർ മജ്മൂഉ അയ്യുഹർ റജുലു, അയ്യുഹർ റജുലു എന്നതിന്റെ മജ്മൂ ആണ്. അത് ഒന്നായിട്ട് അയ്യു മിന്നൽ മബിനിയാണല്ലോ മുനാദയായിട്ട്. അപ്പൊ അതാണ് മജ്മൂഉ എന്ന് പറയാൻ. ആ മജ്മൂഉ നസ്ബിന്റെ മഹല്ലിലാണ്. വഫീഹി നദറുന്ന, ഇതിൽ ഹാലു, ഹാലി ഇന്നമാ ഹുവ ജുംലത്തുൽ ഇഖ്തിസാസി, ഇഖ്തിസാസിന്റെ ജുംലയാണ്. അഹുസ്സു എന്ന് പറഞ്ഞതാണ് ഹാല്, അയ്യുഹർ റജുലു അല്ല. അയ്യുഹർ റജുലു നസ്ബിന്റെ മഹല്ലിലാണെന്നുള്ളത് ശരിയാണ്. അത് ഹാലായ നിലയിൽ എന്നുള്ളത് അയ്യുഹർ റജുലു എന്നതിനല്ല, അഹുസ്സു എന്നതിനാണ്. അതിന്റെ ആമില് നോക്കിയിട്ടാണ്. ഇഖ്തിസാസിന്റെ ജുംലയാണ് ഹാല്. ഐനി അൽ ഫീലൽ മുഖദ്ദറ, ഐനി അഹുസ്സു. ഫകാനല്ലൗല, ഏറ്റവും നല്ലതായിരുന്നു യഖൂല, ശാരിഹ് പറയലായിരുന്നു, ഫീ മഹല്ലി നസ്ബിൻ അലാ അന്നഹു മഫ്ഊലുൽ ഫീലിൽ മുഖദ്ദരി, മുഖദ്ദറായ ഫീലിന്റെ മഫ്ഊലാണ് എന്ന നിലക്ക് നസ്ബിന്റെ മഹല്ലിലാണെന്ന് പറയാമായിരുന്നു. അല്ലദി ഹുവ ഹാലുൻ, ആ മുഖദ്ദറായ ഫീല് ഹാലാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഹാലായ ഒരു മുഖദ്ദറായ ഫീലിന്റെ
മഫ്ഊലാണ് എന്ന നിലയിൽ നസ്ബിന്റെ മഹല്ലിലാണ് അയ്യുഹർ റജുലു എന്ന മജ്മൂ എന്ന് പറഞ്ഞാൽ അതായിരുന്നു നല്ലത്. പക്ഷേ പിന്നെ ഇങ്ങനെ പറയാനുള്ള കാരണം ഈ അഹസ്സൂനെ ഇവിടെ കളഞ്ഞു പോയിട്ടുണ്ടല്ലോ. അഹുസു എന്നതിന്റെ മുത്തഅല്ലക്കാണ് ആര്? അയ്യുഹർ റജുലു. അപ്പൊ മുത്തഅല്ലിക്കിന്റെ വിഷയം മുത്തഅല്ലിക്കിൽ മജാസായിട്ട് ഉൾപ്പെടുത്തി പറഞ്ഞു എന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ വലിഹാദ, ഈ കാരണത്തിന് വേണ്ടി. ഏത് കാരണത്തിന് വേണ്ടി? നസ്ബിന്റെ മഹൽ ഹാലാണ് എന്ന നിലയിൽ നസ്ബിന്റെ മഹല്ലിലാണെന്ന് പറഞ്ഞല്ലോ. ആ കാരണത്തിന് വേണ്ടി കാല മുസന്നിഫ് പറഞ്ഞു ഐ മുത്തഖസ്സിസൻ മിൻ ബൈനി റിജാലി. അപ്പോൾ ഐ മുത്തഖസ്സിസൻ മിൻ ബൈനി റിജാലി എന്ന ഇബാറത്തിൽ നിന്ന് മനസ്സിലാക്കാം ഇവിടെ ഹാലിയത്ത് എന്ന സിഫത്തുള്ളത് അയ്യുഹർ റജുലു എന്നതിനല്ല, അയ്യുഹർ റജുലുവിന്റെ ആമിലായ അഹുസ്സു എന്നതിനാണെന്ന് മനസ്സിലാക്കാം. ആ മുഖദ്ദറായ ഫീലിനാണ് ഹാലിയത്ത് എന്ന വസ്ഫുള്ളത്. അയ്യുഹർ റജുലു എന്നതിന് മഫ്ഊലിയത്ത് എന്ന വസ്ഫാണ് ഉള്ളത്. അപ്പോൾ പിന്നെ മജ്മൂഅ് ശാരിഹ് പറഞ്ഞതിന്റെ ലക്ഷ്യം ഈ മുഖദ്ദറായ ഫീലും കൂടി ഉൾപ്പെടുത്തിയിട്ടാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ആമിലിന്റെ വിശേഷണം മഅ്മൂലിന് ഉപയോഗിച്ചു. കാരണം ആമിൽ ഇവിടെ കളയപ്പെട്ടതായതിനു വേണ്ടി എന്ന് മനസ്സിലാക്കിയാൽ മതി. ഐ മുത്തഖസ്സിസൻ, ഞാൻ തന്നെ പ്രത്യേകമായവനായ നിലയിൽ, മിൻ ബൈനി റിജാലി, പുരുഷന്മാരുടെ ഇടയിൽ നിന്ന് ഞാൻ തന്നെ പ്രത്യേകമായവനായ നിലയിൽ എന്നായി അർത്ഥം. ഇനി വഖത്തുസ്തമലു സീഖത്തുന്നിദാഇ, അപ്പോൾ അഹുസ്സു അയ്യുഹർ റജുലു, അത് അഫ്അലു ഞാൻ പ്രവർത്തിക്കും, കദാലിന്നതിന് അയ്യുഹർ റജുലു, ഈ റജുലിനെ ഞാൻ പ്രത്യേകമാക്കുന്നു മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് എന്നായി അർത്ഥം. ഈ റജുൽ എന്ന് പറഞ്ഞാൽ മുത്തക്കല്ലിമ തന്നെ. വിശദീകരണം അൽഫിയിൽ ഇഖ്തിസാസിന്റെ ബാബ് മുത്താലഅ ചെയ്യണം. വഖത്തുസ്തമലു സീഖത്തുന്നിദാഇ, ചിലപ്പോൾ നിദാഇന്റെ സീഖയെ ഇസ്തിമാൽ ചെയ്യപ്പെടും. ഫിൽ ഇസ്തിഗാസത്തി, ഇസ്തിഗാസത്തിൽ ഇസ്തിമാൽ ചെയ്യപ്പെടും. നഹ്വു യാ ലല്ലാഹി എന്ന് പറയും പോലെ. വതഅജ്ജുബി, അതൊക്കെ മജാസാണ്. തഅജ്ജുബിലും ഇസ്തിമാൽ ചെയ്യപ്പെടും. നഹ്വു യാ ലൽ മാഇ വതഹസ്സുരി വതവജ്ജുഇ, ഖേദിക്കലിനുക്കും വതവജ്ജുഇ വിഷമിക്കുന്നതിനും, തഹസ്സുറു തവജ്ജുഇനും, ഖേദിക്കൽ തവജ്ജുഅ് സങ്കടപ്പെടൽ, ഇതിനെല്ലാം നിദായിന്റെ ഹർഫിനെ ഉപയോഗിക്കും. കമാഫി നിദാഇൽ അത്ലാലി, കുറ്റിച്ചുമരുകളെ വിളിക്കുന്നതിലുള്ളതുപോലെ, വൽ മനാസിലി വീടുകളെ വിളിക്കുക, വൽ മത്തായ വാഹനങ്ങളെ വിളിക്കുക. വീട് പൊളിഞ്ഞു ചാടി, അപ്പൊ എന്റെ വീടേ, അത് മജാസാണ്. അതുപോലെ തന്നെ വീടിന്റെ ചുമരുകൾ മാത്രം ഇങ്ങനെ നിൽക്കുന്നു, അപ്പോൾ ആ കുറ്റിച്ചുമരുകളെ വിളിക്കുക. ഇതെല്ലാം എന്താണ്? തഹസ്സുർ വൽ മത്തായ, വാഹനങ്ങളെ വിളിക്കുക. വാഹനം, അവന്റെ ഒരാളുടെ വണ്ടി കേടുവന്നു, അപ്പോൾ എന്റെ കാറേ എന്ന് വിളിക്കുക. ഇതെല്ലാം ഹക്കീക്കത്തിൽ നിദാ അല്ല. ഒമാ അശ്ബഹ ദാലിക, അതിനോട് തുല്യമായ ഒന്നിനെ നിദാ ചെയ്യുന്നതിലുള്ളതുപോലെയും എന്നാണ് പറഞ്ഞത്.